സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വോയിസ് ഒക്കെ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ 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 ആണ് സർ. ഓക്കെ ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഓക്കെ. സോ വോയിസ് കട്ടാവുക അങ്ങനെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് മുഹമ്മദ് മുർഷിദ് എന്നാണ്. ഞാൻ ഫാക്കൽറ്റിയാണ്. ടീച്ചിങ് ഫീൽഡിൽ ഒരു 6 വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. ഓക്കെ. അതുപോലെ തന്നെ UAVAT കോർപ്പറേറ്റ് ടാക്സിൽ ഒരു 3 ഇയേഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓക്കെ. സോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. സോ പല ആളുകളും ഇന്ന് സൺഡേ ആണ്, അപ്പോൾ അതിൻ്റെ കുറേ ഇപ്പോൾ നമ്മൾ പല ആളുകളും ഫാമിലിയുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻജോയ്മെൻറ്റ്സിലൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ. സോ എന്തായാലും അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലാസ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ ആണ്? ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആഡിൽ കൊടുത്ത അതേപോലെ തന്നെ ഇന്ന് നമുക്ക് UAVATൻ്റെ ഒരു സെഷനാണ്. ഓക്കെ. ജസ്റ്റ് UAVAT ഓൾറെഡി പഠിച്ചിട്ടുള്ള ആളുകൾ ഇതിലുണ്ടാവും, അല്ലെങ്കിൽ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, UAEയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? UAEയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയുള്ളൊരു ടൈമാണ് ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, പല നാച്ചർ ഓഫ് ആളുകൾ ഇതിലുണ്ട്, സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് ഇയേഴ്സായിട്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതിൽ UAEയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. UAEയിൽ ഇപ്പോൾ അക്കൗണ്ട്സ് ഫീൽഡിൽ കേട്ടോ, വേറെ ഫീൽഡല്ല, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? അക്കൗണ്ട്സ് ഓർ ഫിനാൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ആരുമില്ലേ? ഉണ്ട്. ഓക്കെ. അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? ഓക്കെ. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. സോ കുറേ പേര് ഇപ്പോൾ ജോയിൻ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ UAVAT ആണ് നമ്മുടെ ടോപ്പിക് അല്ലേ? സോ ഇതിൽ പല ആളുകളും GST പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് UAVAT ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് എന്താണ് വാറ്റ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് UAEയിലോട്ട്, ഇപ്പോൾ പല ആളുകളും UAE ചൂസ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ, നമ്മൾ കുറച്ച് പേരൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് പല ആളുകളും ഇപ്പോൾ UAEയിൽ ഞാൻ ചോദിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞു UAEയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ചില ആളുകൾ UAEയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അക്കൗണ്ടിങ് ഫീൽഡിലല്ല അല്ലേ? ഫിനാൻസ് ഫീൽഡിലോ അക്കൗണ്ടിങ് ഫീൽഡിലോ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്, വേറെ സെയിൽസിലോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് UAEയിൽ ഒരു അക്കൗണ്ടിങ് കരിയർ അല്ലെങ്കിൽ ഒരു ഫൈനാൻസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാവും, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ? അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അതിൽ വാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ UAE പോലുള്ള ഒരു കൺട്രി നമ്മളൊരു ജോബിന് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു നമ്മളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പല ആളുകളും ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലുള്ള 60 പേരാണെന്നുണ്ടെങ്കിലും UAEയിൽ പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ UAEയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ UAE പോലുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യുന്നത്? നമ്മളെ ഈ ഒരു ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UAE പോലുള്ളൊരു കൺട്രി ചൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ പറയാൻ പറ്റുമോ? എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ മോട്ടീവ് ഉണ്ടാവും അല്ലേ? പല ആളുകൾക്കും പല മോട്ടീവ് ആയിരിക്കും. സോ 1-2 പേര് ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് പറയാം, എന്തായിരിക്കും നിങ്ങൾ UAE ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? സാലറി. ബെറ്റർ സാലറി അല്ലേ? ഓക്കെ. ബെറ്റർ സാലറി, ടാക്സ് ഫ്രീ എന്ന് പറയുന്നുണ്ട് 2 പേര്. ഓക്കെ. ടാക്സ് ഫ്രീ എന്ന് പറയുന്നുണ്ട്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നുണ്ട്, പിന്നെ വേറെന്താ? വേറെ റീസൺ എന്താ? വേറെന്താ? ഇത് മാത്രമേ ഉള്ളോ? ബെറ്റർ സാലറി, ടാക്സ് ഫ്രീ, വേറെ ലൈഫ് സെക്യൂർ ആണ്. സെക്യൂർ ആണോ? ലൈഫ് സെക്യൂർ ആണോ? സെക്യൂർ ആണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് സെക്യൂർ ആണെന്ന് പറയാനുള്ള കാര്യം? ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട് അല്ലേ?
ഓക്കെ, ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പല റീസൺസ് ഉണ്ട് അല്ലേ? വേറെ റീസൺസ് ഒന്നുമില്ലേ? ടാക്സ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വാറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ? അപ്പോൾ ടാക്സ് ഫ്രീ ആണോ? എന്ത് ടാക്സ് ആണ്? എന്ത് ടാക്സ് ആണ്? ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അല്ലേ? ഇൻകം ടാക്സ്. ഓക്കെ, അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. ഓക്കെ, സോ അതൊരു റീസൺ ആണ്. പൊതുവേ അത് പലർക്കും അറിയില്ല. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് ഇല്ലേ യു എയിൽ? യു എയിൽ ഇല്ല എന്നാണോ ഉണ്ട് എന്നാണോ പറഞ്ഞത്? ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് എന്താ പറഞ്ഞത്? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ പറഞ്ഞത്? നമ്മൾ ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ടാക്സ് ഫ്രീ ആണെന്നാണ് ഒരാൾ പറഞ്ഞത്, ഒരാൾ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. ടാക്സ് ഫ്രീ എനിക്ക് ഓക്കെ, ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് ഒരു റീസൺ ആണ് അല്ലേ? പിന്നെ ബെറ്റർ ലൈഫ് സ്റ്റൈലാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, പിന്നെ സെക്യൂർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഒരുപാട് റീസൺസ് ഉണ്ട്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഓക്കെ, നമ്മൾ അതിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് വരാം. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് യു എ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ യു എയിൽ എന്തുകൊണ്ട് നിങ്ങൾ കരിയർ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? അതൊന്ന് പറഞ്ഞേ. അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ യൂറോപ്യൻ കൺട്രീസിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? യു എ പോലുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യുന്നു. അതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, നമ്മൾ സൗദി ചൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദുബായ് യു എ ചൂസ് ചെയ്യുന്നുണ്ട് പല ആളുകളും അല്ലേ? അപ്പം എന്തായിരിക്കും ഈ പറഞ്ഞ റീസൺസ് ഒക്കെ? നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒന്നുകൂടി റീസണബിൾ ആയിട്ടുള്ള പേ ഉണ്ട് എന്നുള്ള ഒന്നുകൂടി റീസൺ ആണ്. നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദുബായ് എന്ന കൺട്രിയിലാണ്. ഒരു വേൾഡ് ഹബ്ബ് പോലെ. ഓക്കെ, ബിസിനസ് വേൾഡ് ആണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ പൊതുവെ, ദുബായ് അല്ലേ? അപ്പോൾ നമ്മളെ ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ്, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് യു എ ചൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഒരു റീസൺ ആണ് ഒന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ആദ്യം മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഇപ്പോഴും ഡെവലപ്ഡ് ആയിട്ടില്ല അല്ലേ? പക്ഷേ യു എ അങ്ങനെയല്ല. യു എ എന്ന് പറയുന്നത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ബിസിനസ് ഹബ്ബുകളുള്ള ഒരു ഏരിയ ആണ് അല്ലേ? അതായത് ഒരുപാട് ആളുകൾ ബിസിനസ് തുടങ്ങുന്ന ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു ജോബ് അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസ് യു എയിലുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? യു എ പോലുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ അല്ലേ? യു എ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ റീസൺ ആണ് എന്ത്? ടാക്സ് ഫ്രീ. ഓക്കെ, ടാക്സ് ഫ്രീ എന്താണ് ആക്ച്വലി നിങ്ങൾ ടാക്സ് ഫ്രീ കൊണ്ട് ഉദ്ദേശിച്ച്? പല ആളുകളും പറഞ്ഞു ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള റീസൺ ആണ്. അത് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ ടാക്സ് ഇല്ല, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇല്ല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു അല്ലേ? ഫോർ എക്സാമ്പിൾ പറയാണ്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു 20 ലക്ഷം ആനുവല്, നമുക്കൊരു 20 ലക്ഷം സാലറി കിട്ടുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, സെയിം എമൗണ്ട് നമുക്ക് യു എയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യു എ ചൂസ് ചെയ്യോ ഇന്ത്യ ചൂസ് ചെയ്യോ? ഏതാ ചൂസ് ചെയ്യുക? ഏത് കൺട്രി ചൂസ് ചെയ്യുക? പറയാൻ പറ്റുമോ? സെയിം എമൗണ്ട് 20 ലാക്ക് നമുക്ക് ഇന്ത്യയിലും സെയിം വാല്യൂ ഉള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? യു എയിൽ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ബെറ്റർ സാലറി കിട്ടും യു എയിൽ. സോ നമ്മൾ യു എ ചൂസ് ചെയ്യോ ഇന്ത്യ ചൂസ് ചെയ്യോ? സെയിം എമൗണ്ടാ, യു എ ചൂസ് ചെയ്യും അല്ലേ? യു എ ചൂസ് ചെയ്യും. കാരണം എന്താ? നമ്മൾ ഈ പറഞ്ഞ റീസൺ തന്നെയാണ് അല്ലേ? ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ 20 ലക്ഷം നമ്മൾ ആനുവലി നമ്മുടെ സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഏകദേശം ഒരു 30% എന്ത് ചെയ്യണം? നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഏകദേശം 30% എന്ന് പറയുമ്പോൾ 20 ലാക്കിൻ്റെ 30% എത്രയായിരിക്കും? 2 ലാക്ക്, 4 ലാക്ക്, 6 ലാക്ക് അല്ലേ? 6 ലാക്ക് റുപ്പീസ് എന്ത് ചെയ്യണം? നമ്മൾ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കാം അല്ലേ? ആരെങ്കിലും വില്ലിങ് ആവോ അത് കൊടുക്കാൻ അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന എമൗണ്ട്, അത്രയും എമൗണ്ട് അല്ലേ? 20 ലാക്കിൽ 6 ലാക്ക് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാൻ വില്ലിങ് ആവോ? ഇല്ല. അത് തന്നെയാണ് റീസൺ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണം.
ഓക്കെ, എല്ലാവരും അല്ല. സ്ലാബിലല്ലേ നമ്മൾ കൊടുക്കുന്നത്? 7 lakh above ഉണ്ടെങ്കിലല്ലേ ഇപ്പോൾ ടാക്സ്? ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ എത്രയാണോ ലിമിറ്റ്, അത് ഓരോ വർഷവും നമുക്ക് ഇൻകം ടാക്സിന്റെ സ്ലാബ് വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അത്രയും എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കുറഞ്ഞത് എന്തായാലും ഒരു 2 ലക്ഷം രൂപയെങ്കിലും എന്ത് ചെയ്യണ്ടേ, ഇൻകം ടാക്സ് കൊടുക്കണ്ടേ നമ്മൾ. ക്ലിയർ. അപ്പൊ അത്രയും ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ളതിൽ പൊതുവെ ആരും എന്ത് ചെയ്യില്ല, ബില്ലിംഗ് ആവില്ല അല്ലെ. അപ്പോൾ UAE ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻകം ടാക്സ് ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, UAE പോലുള്ള ഒരു കൺട്രി നമ്മളെ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചൂസ് ചെയ്യും അല്ലേ. രണ്ടാമത്തെ റീസൺ അതാണ്. ഒന്ന്, നമ്മൾ പറഞ്ഞു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആണ്. സോ അവിടെ എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു അല്ലേ. സോ ഇതന്നെയാണ് ഈ 2 റീസൺസ് ആണ് മെയിൻ ആയിട്ട് UAE പോലുള്ളൊരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യാനുള്ള റീസൺ അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പം നമ്മൾ എന്താണ് നിങ്ങൾ UAE ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു അല്ലേ. അടുത്തതായിട്ട് നിങ്ങളിപ്പോൾ UAE ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ UAEയിൽ ജോബിന് പോയി അല്ലേ, അതായത് ജോബ് അന്വേഷിച്ച് പോവാണ്. അപ്പോൾ ജോബ് മാർക്കറ്റിൽ ജോബ് അന്വേഷിച്ചിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. ഇല്ലേ, ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡിലാണെങ്കിലും ഫൈനാൻസ് ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട്. എന്താണ്? ഇപ്പോൾ നിങ്ങൾ ജോബ് കിട്ടിയ ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവും, ജോബ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ജോബ് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. അതേ സ്ഥാനത്ത് അവിടെ നമ്മളൊരു വിസിറ്റിംഗ് ഒക്കെ എടുത്ത് പോയി നമ്മളെന്തെങ്കിലും ജോബിന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നുണ്ട്, സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്, റെന്റ്, ഫുഡ്, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് നോർമലായിട്ട് പറയാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ കേസായിട്ട് പറയാൻ പറ്റും. അതിപ്പോൾ ഒരു ജോബ് നോക്കി പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും അല്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ. റെന്റും ഫുഡും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇതൊന്നും അല്ലാണ്ട് ഇപ്പം നമ്മളൊരു അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ ഒരു ഫൈനാൻസിങ് ഫീൽഡിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്തായിരിക്കും? ഇപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണ്. ഓക്കെ, നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ കിട്ടി, കുറേ ടൈം ഒക്കെ എടുത്തിട്ട് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണ്? UAEയിലെ എക്സ്പീരിയൻസ് ചോദിക്കും അല്ലേ. UAEയിലെ എക്സ്പീരിയൻസ് ചോദിക്കാറില്ലേ? നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ UAEയിലെ എക്സ്പീരിയൻസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ UAEയിലെ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, നമുക്ക് ആരെങ്കിലും ഒരു പണി എന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ അല്ലേ. എന്തെങ്കിലും ഒരു പണി നമുക്ക് കിട്ടണം എന്നാലാണ് എക്സ്പീരിയൻസ് ആവുള്ളൂ. അപ്പോൾ അത് കമ്പനികൾ നമുക്ക് തരാൻ ബില്ലിംഗ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്കില്ല് ഉണ്ടാവണം അല്ലേ. ഒന്ന്, ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്കില്ല് ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഒന്ന്, നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് ഒരു നോക്കും എന്നുള്ളത്. ഇനി അതല്ല, ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നോക്കുന്ന കാര്യം ആക്ക് അതിൻ്റെ സ്കില്ല് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. ഒരിക്കലും അവിടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നോക്കുക. ക്ലിയർ. ഞാൻ ടോപ്പിക്കിലോട്ട് വരാം, എന്തായാലും നമുക്കത് ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഒരു 5 മിനിറ്റ് ഇത്രയും കാര്യങ്ങൾ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ടോപ്പിക്കിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ജോബ് നോക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസ് ചോദിക്കും. എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ നമുക്ക് പ്രൂവൻ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഫ്രഷറായിട്ട് ഒരു ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നമ്മളൊരു കോഴ്സൊക്കെ ഒരു അക്കൗണ്ടിങ് കോഴ്സൊക്കെ എടുത്തിട്ടാവും നമ്മൾ പോകുന്നുണ്ടാവുക അല്ലേ. അക്കൗണ്ടിങ് കോഴ്സൊക്കെ എടുത്താവും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ അക്കൗണ്ടിങ് കോഴ്സിന് ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സ്കിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്ലിയർ. നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. GCC VAT എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ദെൻ UAE VAT എന്ന് പറയുന്ന കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടാലി, അതുപോലെ സോഹോ, ദെൻ QB, ദെൻ Sage 15, SAP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സോഫ്റ്റ്വെയർസും ദെൻ കുറേ ഇൻ്റർവ്യൂ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേറെയും പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളിതെല്ലാം പഠിച്ചോളം അല്ലെങ്കിൽ ഇത് ഗെയിൻ ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ടാവില്ല. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമുക്ക് ഈ പറയുന്ന സ്കില്ലുകൾ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ജോബ് നോക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഈ പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് അല്ലേ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഫീൽഡിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. ക്ലിയർ. ചോദിക്കാറില്ലേ? ഇല്ലേ? ചോദിക്കാറുണ്ട് അല്ലേ. അതായത് അക്കൗണ്ടിങ് ഫീൽഡിൽ നമുക്ക് എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണെന്ത്, നമുക്ക് GSTയിൽ എത്രത്തോളം നോളേജ് ഉണ്ട് ചോദിക്കാറില്ലേ.
നമുക്ക് GST നന്നായിട്ട് അറിയാവുന്ന ഒരാളും അല്ലാതെ നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ജസ്റ്റ് ഒരു അക്കൗണ്ടിങ് കോഴ്സ് +2 കഴിഞ്ഞ് ഒരു അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത ഒരാൾ, അല്ലെങ്കിൽ ടാലി ഇപ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഒരു ടാലിയുടെ കോഴ്സോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് കോഴ്സോ എടുത്തുള്ള ആൾ, ഓക്കെ, അവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ GSTനെ കുറിച്ച് നല്ല നോളജ് ഉള്ള ആളുകൾക്ക് എന്താണ് സ്കോപ്പ് കൂടുതലാണ് അല്ലേ. നമ്മളോട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, എന്ത് നിങ്ങൾക്ക് GSTനെ കുറിച്ച് അറിയോ അല്ലേ, GSTനെ കുറിച്ച് അറിയോ എന്ന് ചോദിക്കും. GSTനെ കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് രണ്ടാമത് വരുന്ന ഒരാൾക്ക് GSTനെ കുറിച്ച് അറിയുമെന്നുണ്ടെങ്കിൽ നമ്മളെ സാധ്യത അവിടെ പോയി. ദെൻ രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കുന്ന കാര്യം, നമുക്ക് GST ഒക്കെ അറിയാൻ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു GSTയുടെ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, തിയററ്റിക്കലേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അതിൽ GSTയുടെ ഫയലിംഗ്, GSTയുടെ രജിസ്ട്രേഷന് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെ നമ്മൾ GSTയുടെ ഫയലിങ്ങോ രജിസ്ട്രേഷനോ ഒക്കെ പഠിക്കാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ഈ പറയുന്ന GST ഫയലിങ്ങോ രജിസ്ട്രേഷനോ കാര്യങ്ങളൊക്കെ പഠിച്ചു പോയ ആളുകൾക്കുള്ള ജോബ് സാധ്യത കൂടുതലാണ്. കാരണം എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുന്നത്, പറയാൻ പറ്റുമോ? അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അവർക്ക് അത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് GSTയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയും എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും അല്ലേ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ UAEന്റെ കേസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ GST അറിയുന്ന ആളുകൾക്ക് ജോബിന് ചാൻസസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ UAEയിൽ പോയി കഴിഞ്ഞാൽ UAEയിൽ നമുക്ക് UAE വാറ്റിനെ കുറിച്ച് നന്നായിട്ട് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലായോ? നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, GSTയിൽ നമ്മൾ ഫയലിങ്ങും രജിസ്ട്രേഷനും നമുക്കറിയും എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ UAEയിൽ നമുക്ക് UAE വാറ്റ് ഫയലിങ് രജിസ്ട്രേഷനും നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ക്വാർട്ടർലി ഫയലിംഗ് ഒക്കെയാണ് UAEയിൽ വരിക കേട്ടോ. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എൻക്വയറി നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിലോ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഇന്ന് ലിമിറ്റഡ് ടൈം ഉള്ളൂ, ആ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു ബേസ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഒരു ബേസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാണ്ട് നമ്മളത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കറിയാം ഇൻകം ടാക്സ്, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ഇൻകം ടാക്സ് പഠിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. ഇൻകം ടാക്സിൽ 5 ഹെഡ്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടഫാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇൻകം ടാക്സ് പഠിക്കുന്ന ആളുകൾ. കാരണം എന്താ, അത് പഠിക്കുന്ന മെത്തേഡ് ഡിഫറെൻറ്റാണ്. മീൻസ് നിങ്ങൾ അതൊരു അക്കാദമിക്കലായിട്ട് മാത്രമേ നിങ്ങളത് പഠിക്കുന്നുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ചിട്ടുള്ള മെത്തേഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും അതൊരു ടഫായിട്ട് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് GSTയുടെ കേസും UAE വാറ്റിൻ്റെ കേസും. UAE വാറ്റ് ഒക്കെ എത്രയും സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ GST പഠിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ GST പഠിച്ച എത്ര പേരുണ്ട്? GST പഠിച്ചിട്ടുണ്ടോ? GSTയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഓക്കെ, GSTയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. GST ഫയലിംഗ് അറിയാമോ? GST ഫയലിംഗ് അറിയുന്ന ആളുകളുണ്ടോ? ഓക്കെ, ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ, ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് GST ഫയലിംഗ് അറിയുന്ന ആളുകൾ, GST രജിസ്ട്രേഷൻ ഒക്കെ അറിയുന്ന ആളുകളുണ്ട് അല്ലേ. അതേപോലെ തന്നെ UAE വാറ്റ്, നമുക്ക് UAE വാറ്റിൻ്റെ രജിസ്ട്രേഷനും UAE വാറ്റിൻ്റെ ഫയലിങ്ങും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് എന്തിനാണ് അറിയണം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള സ്കില്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ജോബ് ആരെങ്കിലും തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ. അതേപോലെ തന്നെ നമുക്കൊരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം നമുക്ക് എന്ത് സ്കില്ലുണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ കുറേ കോഴ്സ് പഠിച്ചു എന്നുള്ളതിലുപരി നമ്മൾ ആ പഠിച്ച കോഴ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ആ പഠിച്ച ലോ, ഇപ്പോൾ UAE വാറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം. പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു കാര്യമാണ് UAE വാറ്റിൻ്റെ രജിസ്ട്രേഷന്, UAE വാറ്റിൻ്റെ ഫയലിംഗ് എന്ന് പറയുന്ന കാര്യം. മനസ്സിലായോ? അപ്പോൾ പൊതുവെ UAEയിലുള്ള കമ്പനീസ്
യു എ ഉള്ള കമ്പനീസ് നമുക്ക് യു എ വാറ്റിന് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പനീസ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലിമിറ്റും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കമ്പനികൾ വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കണം. മനസ്സിലായോ? കമ്പനികൾ വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കണം. ആ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ക്വാർട്ടർലി വാറ്റ് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ പൊതുവെ ആരാ ചെയ്യുക? പുറത്തുള്ളൊരു ഫേമാണ് ചെയ്യുക. മനസ്സിലായോ? പുറത്തുള്ള ടാക്സ് ഫേമുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? ഈ ഫയലിങ്ങും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യുക. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫയലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ക്വാർട്ടറിൽ ഫയലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 480 ദിറംസോളം പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അതായത് 400 to 500 ദിറംസ് വരെ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യുക. ഓക്കെ, അതിൽ കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷേ പൊതുവെ നമ്മളൊരു ആവറേജ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? കമ്പനികൾ ഈ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഈ ഫയലിംഗ് ചെയ്യുമ്പോൾ ഇത്രയും എമൗണ്ട് ഓരോ ക്വാർട്ടറിലും, അതായത് 3 മാസം കൂടുമ്പോൾ എന്ത് ചെയ്യണം? കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും എമൗണ്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം അല്ലേ? അതേ സ്ഥാനത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന നമ്മൾ അക്കൗണ്ടന്റ് ആയിട്ട് നമ്മളൊരു ജോബ് നോക്കുന്ന കമ്പനിയാണത്. അവർ ക്വാർട്ടർലി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 500 ദിറംസോളം വാറ്റ് ഫയലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന നമുക്ക് ഈ വാറ്റ് ഫയലിങ്ങും അറിയാം, വാറ്റ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സെലക്ട് ചെയ്യില്ലേ? കാരണം ഈ പറയുന്ന ഇത്രയും എമൗണ്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ല. നമുക്ക് തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എത്രയാണ് ഇപ്പോൾ സാധാരണ ഒരു 2500 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ ഒരു 100 ദിറംസോ എന്തെങ്കിലും എക്സ്ട്രാ തന്നാൽ പോലും ആസ് എൻ എംപ്ലോയി എന്നുള്ള രീതിയിൽ നമുക്കത് ബെനിഫിറ്റ് ആണ്, എംപ്ലോയർ എന്നുള്ള രീതിയിൽ കമ്പനിക്കും അത് ബെനിഫിറ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യു എ വാറ്റിനെ കുറിച്ച് ഈ പറയുന്ന പോലെ തിയറിറ്റിക്കൽ അല്ലാണ്ട് പ്രാക്ടിക്കൽ നോളജ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യു എയിലെ ജോബ് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ സ്കില്ല് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, സോ വാറ്റ് അല്ലേ നമ്മുടെ ടോപ്പിക്. എന്താണ്? വാറ്റ് ആണ് നമ്മുടെ ടോപ്പിക്. സോ എന്താണ് ആക്ച്വലി വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് വാറ്റ്? അപ്പോൾ നമുക്ക് വാറ്റിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് വാറ്റ് പറയാം. അപ്പം അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു യു എയിലെ വാറ്റ് സിസ്റ്റം ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞു, GCC വാറ്റ് എന്ന് പറഞ്ഞിട്ട് പല ആളുകളും കോഴ്സുകളൊക്കെ എടുത്ത ആളുകളുണ്ടാവും അല്ലേ? ഇതിനു മുമ്പ് GCC വാറ്റ് പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, GCC വാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പ്രൂവ് ചെയ്യാൻ പറ്റുമാർക്കെങ്കിലും GCC വാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? GCC എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് GCC എന്ന് പറഞ്ഞാൽ എന്താ? പറയൂ. അറിയില്ലേ? ആർക്കും അറിയില്ലേ? എന്താണ്? നിങ്ങളാണോ യു എയിൽ പോകാൻ നിൽക്കുന്ന ആളുകൾ? എന്താ GCC എന്ന് പറഞ്ഞാൽ? ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ, GCC. അതിന്റെ ഫുള്ളാണ് അല്ലേ? അതിന്റെ ഫുള്ളല്ലേ? എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താ? ഓക്കെ, എന്താണ് GCC കൺട്രീസുകൾ? ഏതൊക്കെയാ GCC കൺട്രീസ്? UAE, Oman, Saudi Arabia, Kuwait, Oman, Qatar, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, Kuwait, കുവൈത്ത്, UAE, സൗദി അല്ലേ? Saudi ഓക്കെ, Arabia. 6 കൺട്രീസ് ആണ് വരുന്നത് അല്ലേ? 6 അല്ലേ? ഓക്കെ, 6 കൺട്രീസ് ആണ് GCC കൺട്രീസ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ GCC കൺട്രിയിലെ ഒരു കൺട്രി മാത്രമാണ് UAE. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പം നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്തോ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും ഫോറിൻ അക്കൗണ്ട്സ്, അതുപോലെ തന്നെ GCC അക്കൗണ്ട്സ് അല്ലെങ്കിൽ GCC വാറ്റ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പം നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറ്റം പറയല്ല, പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കൺട്രിയിലും വാറ്റ് ലോയിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, വാറ്റിൻ്റെ ലോയിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. കാരണം UAEയിലാണെന്നുണ്ടെങ്കിൽ UAE വാറ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ സൗദിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് ടാക്സ് പറയാറുണ്ട്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് പറയാറുണ്ട്, സൗദി വാറ്റ് പറയാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? സൗദിയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവിടെയുള്ള ലോ ഒക്കെ എന്താണ്? ഡിഫറെൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, പെർസെൻറ്റേജിലുള്ള ഡിഫറൻസ് മാത്രമല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇപ്പം നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഈ പറയുന്ന പോലെ എന്തേ ഉണ്ടാവുള്ളൂ, നമുക്ക് GCC VAT എന്ന് പറയും 5%. ഇതാണ് GCC VAT എന്നുള്ള ധാരണയാണ് പല ആളുകൾക്കും. പക്ഷെ അതല്ല, നമുക്ക് അതിൽ ഒരുപാട് ലോയും കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാത്തത് സിമ്പിളായിട്ട് ഫ്രീ മൈൻഡോട് കൂടിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് GCC VAT എന്ന് പറയുന്ന ഒരു VAT ഇല്ല. UAEക്ക് സ്പെസിഫിക് ആയിട്ടുള്ള VAT, ദെൻ സൗദിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള VAT, അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രീസിന് ഡിഫറെൻറ്റ് VAT ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, അവർക്ക് ഡിഫറെൻറ്റ് അതോറിറ്റി ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് അതോറിറ്റി ആയിരിക്കും. സോ അതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ടോപ്പിക്കിലോട്ട് നമ്മൾ വരികയാണ്. UAE VAT ആണ് നമ്മുടെ ടോപ്പിക് അല്ലേ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതാണ് UAE എന്ന് പറയാം. അപ്പോൾ UAEനെ കുറിച്ച് നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് UAE എന്താണ്, നിങ്ങൾക്ക് UAEനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കൺട്രി ആണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ക്ലിയർ? നമുക്ക് കരിയറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും UAEനെ കുറിച്ച് വേറെ നിങ്ങൾക്ക് എന്താ അറിയാം? UAEനെ കുറിച്ച് എന്തെങ്കിലും അറിയോ വേറെ? 7 എമിറേറ്റ്സ് കൂടിയതാണ് UAE. ഓക്കെ, 7 എമിറേറ്റ്സുകൾ കൂടിയതാണ് UAE എന്ന് പറയാം അല്ലേ. എന്താ എമിറേറ്റ് എന്ന് പറഞ്ഞാല്? എന്താ എമിറേറ്റ്? സ്റ്റേറ്റ്സ് അല്ലേ. നമ്മുടെ നാട്ടില് ഇപ്പൊ ഇന്ത്യയില് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നൊക്കെ പറയുന്നത് എന്താണ്, സ്റ്റേറ്റുകളാണ് അല്ലെ. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിലുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ അതേപോലെ തന്നെ UAE എന്ന് പറയുന്ന ഒരു കൺട്രി എടുക്കുമ്പോൾ അവിടെയുള്ള സ്റ്റേറ്റുകളെയാണ് നമ്മൾ എമിറേറ്റ് എന്ന് പറയാം. മനസ്സിലായോ? നമുക്ക് കേരള, തമിഴ്നാട്, കർണാടക എങ്ങനെയാണോ വരുന്നത് അതേപോലെയാണ് അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നൊക്കെ പറയുന്ന അത് UAEനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എമിറേറ്റുകളാണ് എന്നുള്ളതൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പോൾ UAEനെ കുറിച്ച് നിങ്ങൾ UAE വാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ UAEനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, സ്ട്രോങ് റവന്യൂ ഫ്രം ഓയിൽ ആൻഡ് ടൂറിസം മെയിൻലി ഇൻ UAE. ഓക്കെ, കറക്റ്റ് ആണ്. UAEനെ സംബന്ധിച്ചിടത്തോളം UAEന്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് എന്താ, ഓയിലും അതുപോലെ തന്നെ ടൂറിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വരാം, ടോപ്പിക്കിലോട്ട് വരാം. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. UAEയിൽ 7 എമിറേറ്റ്സുകളുണ്ട്. ഏതൊക്കെയാ? അബുദാബി, ദുബായ്, ഷാർജ, അബുദാബി, ദുബായ്, അജ്മാൻ, ഷാർജ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ അല്ലെ. അതായത് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ അല്ലെ. 7 എമിറേറ്റ്സുകൾ ചേർന്നിട്ടുള്ള ഇതാണ് അതിന്റെ ഒരു ഗ്രാഫ്. ഓക്കെ, അതിന്റെ മാപ്പായിട്ട് പറയുന്നത് ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും മേജർ പാർട്ടും എന്താ, മേജർ പാർട്ടും അബുദാബി അല്ലെ. അബുദാബിയാണ് ഏറ്റവും കൂടുതൽ UAEയുടെ ഒരു മാപ്പ് എടുക്കാന്നുണ്ടെങ്കിൽ അതിലെ മേജർ പാർട്ടും അബുദാബി ആണെന്നുള്ളതൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഗ്രാഫൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഇപ്പൊ UAEനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. then അതേപോലെ തന്നെ നമുക്കറിയാം എന്ത്, UAE എന്ന് പറയുന്ന ഒരു GCC കൺട്രി ആണ്. GCC എന്ന് പറയുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഒരു കോപ്പറേറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ നമ്മൾ ഏഷ്യൻ കൺട്രീസ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്ന പോലെ തന്നെ ഗൾഫ് കൺട്രീസിന്റെ ഒരു കൂട്ടായ്മ എന്നൊക്കെ പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ GCC എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് GCC കൺട്രിയാണ് UAE എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ GCCയിലെ UAEനെ വാറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് വാറ്റ്? എന്താണ് വാറ്റ്? വാറ്റ് മീൻസ് വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫുൾ ഫോം അല്ല നമുക്ക് വേണ്ടത്. എന്താണ് വാറ്റ്? എന്താണ് വാറ്റ്? എന്തായിരിക്കും വാറ്റ് എന്ന് പറയുന്നത്? എന്താ? ഗവൺമെന്റിന് പേ ചെയ്യേണ്ട, ഗവൺമെന്റിന് പേ ചെയ്യേണ്ട ടാക്സ്. ഓക്കെ, അത് മാത്രമാണോ വാറ്റ്? ഇൻഡയറക്റ്റ് കൺസംഷൻ ടാക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ എന്നാലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്താണ് വാറ്റ് എന്ന് പറഞ്ഞാല്? വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞു. വാറ്റ് എന്ന് പറയുമ്പോൾ UAEയിലെ നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ടാക്സ്. നമ്മുടെ നാട്ടിൽ GST ഒക്കെ അറിയാം അല്ലെ.
നമ്മുടെ GST എന്ന് പറഞ്ഞാൽ എന്താ? GST എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ ഇന്ത്യയിൽ നമ്മളൊരു സാധനം വാങ്ങാണ്, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങാണ്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാണ്, അല്ലെങ്കിൽ ഒരു പെന്ന് വാങ്ങാണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കൂടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഇത്രയാണ് GST എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടാവില്ല. പകരം നമ്മൾ ആ ബില്ലിൽ എന്തുണ്ടാവും? GST സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗുഡ്സോ ഒരു സർവീസോ വാങ്ങുന്ന സമയത്ത്, ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സാധനം അല്ലേ, അതിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയാം. സർവീസ് എന്ന് പറയുമ്പോൾ എന്താ? ഗുഡ്സ് അല്ലാത്തത് എന്തും, സേവനങ്ങൾ അല്ലേ, അതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗുഡ്സോ ഒരു സർവീസോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ടാക്സ് ആണെന്ത്? നമ്മൾ GST എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയാം. ഇതേ കൺസെപ്റ്റ് നിങ്ങൾ UAE കൺസെപ്റ്റിൽ അല്ലെങ്കിൽ UAE പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ GST ആണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ആൻഡ് സർവീസിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, UAE ഗുഡ്സ് ആൻഡ് സർവീസിന് ടാക്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാറ്റ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാം. മനസ്സിലായോ? ഇപ്പൊ UAE നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാണ്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്താണ് ഒരു ടാബ് വാങ്ങാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന്റെ മുകളിൽ ഒരു സർവീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുമ്പോൾ വാറ്റ് അല്ലെ, ഷോർട്ടായിട്ട് നമ്മൾ വാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങളുടെ മുകളിൽ വരുന്ന ടാക്സിനെ നമ്മൾ വാറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ്? ഇതൊരു ടാക്സ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലെ? ടാക്സ് ആണെന്ന് മനസ്സിലായി. ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്നതാണ് ടാക്സ് എന്നുള്ളത് മനസ്സിലായി അല്ലെ? അപ്പൊ എന്തിനാ ശരിക്ക് ഗവൺമെന്റിന് ടാക്സ്? ഗവൺമെന്റ് എന്തിനാ നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ റവന്യൂ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടി. വെരി ഗുഡ്. ഗവൺമെന്റിന്റെ റവന്യൂ ആണത് അല്ലെ? കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഉണ്ടാവുക? റോഡ്, ബ്രിഡ്ജ്, പിന്നെ വേറെന്താ? ഗവൺമെന്റ് സർവീസസ്, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് ചുമത്തുന്ന നികുതി. ഓക്കെ, മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ശരിക്കും എന്താണ്? എഡ്യൂക്കേഷൻ അല്ലെ? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അതേപോലെ UAE ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഗവൺമെന്റിന് ഫണ്ട് വേണം. അതാണ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഫണ്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണെന്ത്? ടാക്സ് എന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മൾ ജസ്റ്റ് ടാക്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റവന്യൂ ആണ്. ഓക്കെ, പബ്ലിക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാം? പൊതുജനങ്ങൾക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, നമുക്ക് പബ്ലിക് ഹോസ്പിറ്റലുകളൊക്കെ അറിയാം അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്താൽ മതി അല്ലെ? നമ്മുടെ നാട്ടില് പബ്ലിക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ റോഡുകൾ, ബ്രിഡ്ജുകൾ, ഇത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സർവീസ് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ? ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? നമുക്ക് ടാക്സ് വേണം. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ടാണെന്ത്? ഡിഫൻസ്. നമ്മൾ മിലിറ്ററി അല്ലെ? മിലിറ്ററി ഫോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോ ഇന്ത്യയിലോട്ടൊക്കെ റഷ്യ എന്നൊക്കെ നമ്മൾ ടൂൾസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതിനൊക്കെ എന്ത് വേണം? വെറുതെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ ഫണ്ട് വേണം അല്ലെ? ആ ഫണ്ട് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ഗവൺമെന്റ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്, അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചിട്ടാണ് അല്ലേ? അപ്പോ നമുക്ക് ജനങ്ങളായ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് പോലെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം അല്ലെ? പൈസ വേണം. അപ്പൊ ആ പൈസ എങ്ങനെ ഗവൺമെന്റിന് കിട്ടുക? ഈ പറയുന്ന പോലെ ടാക്സിലൂടെയും മറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ റവന്യൂസിൽ ഒരു റവന്യൂ ആണെന്ത്? ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ റവന്യൂ ആണ്. ഗവൺമെന്റിന്റെ റവന്യൂ ആണ്. ആ റവന്യൂ എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക്കിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്താണ് ടാക്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? നിങ്ങളുടെ റെസ്പോൺസ് കുറവാണല്ലോ. ഓക്കെ ആണ്. ടാക്സ് എന്താന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. ഇനി 2 തരത്തിലുള്ള ടാക്സുകളാണ് വരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സും ദെൻ ഇൻഡയറക്റ്റ് ടാക്സും. കേട്ടിട്ടുണ്ടോ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. എന്താണ് ആക്ച്വലി ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡയറക്റ്റ് ടാക്സ്? നേരിട്ടുള്ള ടാക്സ് അല്ലേ? എന്തായിരിക്കും പറയാൻ പറ്റുമോ? പ്രൊഡക്റ്റ് സെയിലബിൾ കണ്ടീഷൻ ആവും വരെയുള്ള ടാക്സ്. അങ്ങനെയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഇൻകം ടാക്സ്? ഡയറക്റ്റ് ടാക്സ് ആണോ എന്നുള്ളതല്ല, എന്താണ് ഡയറക്റ്റ് ടാക്സ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഡയറക്റ്റ് ടാക്സ്? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസ അതിൽ തന്നെ ടാക്സ് ഉൾപ്പെടുന്നു. അങ്ങനെയാണോ? Direct tax which is directly collected from the parties and paid to the government. Directly paid to the government. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതില് പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റാണെന്നുള്ളത് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിലല്ല ഡയറക്റ്റ് ടാക്സ് വരിക. മനസ്സിലായോ? ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിലല്ല ടാക്സ് വരിക. നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ കമ്പനികൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ത് നമുക്ക് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആര്യ എന്താ പറഞ്ഞത്? പറഞ്ഞോ, പ്രശ്നമില്ല. ഗവൺമെന്റ് അതോറിറ്റീസിന് നേരിട്ട് നമ്മൾ ടാക്സ് കൊടുക്കണേനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാ. ഗുഡ്സിനും സർവീസിനും നമ്മൾ അറിയാണ്ട് നമ്മൾ പേ ചെയ്യണതാണ്. ഇപ്പോ ഒരു പെന്ന് വാങ്ങുമ്പോൾ അതില് നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങുന്ന പെന്നില് നമ്മൾ അറിയാണ്ട് ആഡ് ആവണതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാണ്ട് മീൻസ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൊടുക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കാണ്ട് കൊടുക്കുന്നത്. ഓക്കെ. എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്, ഫുഡ് കഴിക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ബില്ല് കിട്ടുമ്പോൾ അറിയില്ലേ അതൊരു ടാക്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാണ്ട് കൊടുക്കുന്ന ടാക്സ് ആണ് നമുക്ക് ഈ പറയുന്ന പോലെ വാറ്റ് അല്ലെങ്കിൽ GST നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ടാക്സ്, ഗവൺമെന്റിന് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ടാക്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആനുവലി 20 ലക്ഷം എൻ്റെ സാലറി, ആനുവൽ സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? ഞാൻ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. അതാണ് ഡയറക്റ്റ് ടാക്സ്. ഞാൻ കൊടുക്കേണ്ട ആള് ഞാനാണ്. ഞാൻ നേരിട്ട് എന്ത് ചെയ്യും? ടാക്സ് ഗവൺമെന്റിന് കൊടുക്കും. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ക്ലിയർ? കൊടുക്കേണ്ട ആള്, ടാക്സ് കൊടുക്കേണ്ട ആള് നേരിട്ട് ടാക്സ് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അല്ലാണ്ട് കൊടുക്കുന്ന ടാക്സുകളാണ് നമ്മൾ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ്. അതിന് നമ്മൾ എക്സാമ്പിൾ വാറ്റ്, GST ഒക്കെ നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ നോക്കുക, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് കളക്റ്റഡ് ബൈ ഗവൺമെന്റ് ഫ്രം ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആരാണോ ടാക്സ് കൊടുക്കേണ്ട ആള്, ഇറ്റ്സ് ഇമ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണോ ചാർജ് ചെയ്യേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണെന്ത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഓക്കെ. ആരുടെ കയ്യിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞ ഇൻകം ടാക്സ് അല്ലെ, ഇൻഡിവിജ്വൽ ടാക്സ് ആണത്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ്. എന്താ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ കമ്പനികൾ അല്ലെങ്കിൽ ഫേമുകൾ കൊടുക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലെ. പ്രോഫിറ്റിന്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നേരിട്ട് ടാക്സ് ഗവൺമെന്റിന്, ടാക്സ് ആരാണോ കൊടുക്കേണ്ടത് അവർ നേരിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് മനസ്സിലാക്കാട്ടോ. ഇനി ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യും. പക്ഷേ നേരിട്ട് ആരാണോ കൊടുക്കേണ്ടത് അവരുടെ കയ്യിൽ നിന്ന് നേരിട്ടല്ല കളക്ട് ചെയ്യുക, പകരം അതിന്റെ ഇടയിൽ ഒരാളുണ്ടാവും. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി. ഓക്കെ. ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങാണ്. ഞാൻ എന്ത് ചെയ്യാണ്? 10,000 രൂപയുടെ ഒരു മൊബൈൽ ഫോണാണ്. ഓക്കെ. 10,000 രൂപയുടെ മൊബൈൽ ഫോണാണ്. 5% GST ആണെന്നുണ്ടെങ്കിൽ 10,000-ന് 5% 500 രൂപ. 500 രൂപ ടാക്സും 10,000 രൂപ മൊബൈൽ ഫോണിന്റെ പൈസയാണ്. ഞാൻ എന്താ അവിടെ ചെയ്യുക? 10,000 രൂപ കൊടുത്തിട്ട് 500 ഞാൻ ഗവൺമെന്റിന് കൊടുത്തോളാം എന്ന് പറയോ? അങ്ങനെയാണോ പറയാ? ആലോചിച്ച് നോക്കി. അങ്ങനെയാണോ പറയാ? അതായത് ഞാനല്ല ടാക്സ് കൊടുക്കേണ്ട ആള്, ഞാൻ നേരിട്ട് ഗവൺമെന്റിന് കൊടുത്തോളാന്നാണോ പറയാ? അല്ല.
ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് ഷോപ്പിൽ പോയിട്ടാണോ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, 10,000-ന്റെ മൊബൈൽ ഫോൺ ഞാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ 10,000 രൂപയെ ഞാൻ കൊടുക്കണം. 500 രൂപ ടാക്സ് ആയിട്ടും എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കൊടുക്കണം. 500 രൂപ ടാക്സ് ആയിട്ടും എന്ന് പറയുമ്പോൾ 10,500 ഞാൻ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. 10,500 ഞാൻ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. സോറി, ടാക്സിന്റെ എമൗണ്ടും പ്ലസ് ഐറ്റത്തിന്റെ എമൗണ്ടും ആയിട്ട് 10,500 ഞാൻ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് ടോട്ടൽ എമൗണ്ട് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താ, ടാക്സ് കൊടുക്കേണ്ട ആള് ഞാനാണ് അല്ലേ? ടാക്സ് കൊടുക്കേണ്ട ആള് ഞാനാണ്. ഞാൻ നേരിട്ട് ഗവൺമെന്റിനാണോ ടാക്സ് കൊടുത്തത്? ആണോ? അല്ല. പകരം എന്ത് ചെയ്തു? ഞാന് ടാക്സ് കൊടുക്കേണ്ട ആള് ഞാനാണ്, ഗവൺമെന്റിനാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതിനിടയിൽ ഒരാൾ വന്നു അല്ലെ? ആരാണ്? ഈ ഷോപ്പുകാരൻ വന്നു, ഈ ഒരു കടക്കാരൻ വന്നു, ഈ മൊബൈൽ ഷോപ്പുകാരൻ വന്നു അല്ലെ? അപ്പോ ഇവരെ നമ്മൾ ഇന്റർമീഡിയറി എന്ന് പറയും. അതായത് അതിനിടയിലുള്ള ആളുകളെ നമ്മൾ ഇന്റർമീഡിയറി എന്ന് പറയും അല്ലെ? സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ ടാക്സ് കൊടുക്കേണ്ട ആളാണ്. ഞാൻ ടാക്സ് കൊടുക്കേണ്ടത് ആർക്കാ? ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റിന് ഞാൻ നേരിട്ട് ടാക്സ് കൊടുക്കാതെ അതെന്ത് ചെയ്യും, ഒരു ഇന്റർമീഡിയറി ത്രൂ ആണ് എന്ത് ചെയ്യുക, ആ ടാക്സ് കൊടുക്കുക. അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. സോ നമ്മൾ ഈ പറഞ്ഞ വാറ്റ് എന്ന് പറയുന്നതും GST എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ വാങ്ങുന്ന, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങുമ്പോൾ അത് നമ്മൾ ടാക്സ് നേരിട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കൂല. പകരം നമ്മൾ എവിടുന്നാണോ ആ സാധനം വാങ്ങുന്നത്, അല്ലെങ്കിൽ എവിടുന്നാണോ നമ്മൾ സർവീസ് വാങ്ങുന്നത്, അവർക്കാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. അവരെന്ത് ചെയ്യും? ഗവൺമെന്റിന് കൊടുക്കും. സോ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ കൊടുക്കേണ്ട ആള്, പേ ചെയ്യേണ്ട ആള്, ദെൻ അതുപോലെ തന്നെ ഗവൺമെന്റും അവിടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറിയും വരും. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സ് എന്താണ്. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ പേ ഔട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എൻഡ് യൂസേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് യൂസർ ആരാണോ, മീൻസ് എൻഡ് യൂസർ ആരാണോ, അതാരാണോ ഉപയോഗിക്കുന്നത്, അവരാണ് പേ ഔട്ട് ചെയ്യുന്നത്. കറക്റ്റ് ആണ്, ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ്. സോ നമ്മൾ അതൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഞാൻ എന്താണ് വാറ്റിലോട്ട് നമുക്ക് നേരിട്ട് കിടക്കാം. അപ്പൊ വാറ്റിലോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടില് അപ്പൊ UAE ഈ പറയുന്ന വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 2018-ലാണ്. 1 ജാനുവരി 2018-ലാണ് വാറ്റ് UAE ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? 2018-ലാണ് വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോഴും അവിടെ എന്തുണ്ട്? വാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വാറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു ടേമാണ്, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി, അല്ലെങ്കിൽ FTA എന്ന് പറയും. ഫെഡറൽ ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ FTA. നമ്മുടെ നാട്ടില് GST ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? GST കൺട്രോൾ ചെയ്യുന്ന ആരാണ്? GST കൗൺസിൽ അല്ലെ? നമ്മുടെ നാട്ടില് GST കൺട്രോൾ ചെയ്യുന്നത് GST കൗൺസിലാണ്. അതേപോലെ UAE വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റിയാണ് ആര്? ഫെഡറൽ ടാക്സ് അതോറിറ്റി, അല്ലെങ്കിൽ FTA എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള GST നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഗവൺമെന്റിനാണ് കൊടുക്കുന്നത്. പക്ഷെ ആര് ത്രൂ ആണ് കൊടുക്കുന്നത്? നമ്മൾ ഈ പറയുന്ന GST കൗൺസിൽ ത്രൂ ആണ് കൊടുക്കുന്നത്. ഫയലിംഗ് ചെയ്യുന്നത് നമ്മൾ GSTയുടെ വെബ്സൈറ്റിൽ, GST കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ് അല്ലെ? രജിസ്ട്രേഷൻ ചെയ്യുന്നത് GST കൗൺസിലിന്റെ വെബ്സൈറ്റിൽ പോയിട്ടാണ്. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള GST കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? GST കൗൺസിലാണ്. അതേപോലെ UAE ഈ പറയുന്ന UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് പോലെയുള്ള ടാക്സുകളൊക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതും അത് കളക്ട് ചെയ്യുന്നതും എൻഫോഴ്സ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഈ പറയുന്ന ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ്, FTA ആണ്. FTAയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന വാറ്റിന്റെ രജിസ്ട്രേഷനും വാറ്റിന്റെ ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫെഡറൽ ടാക്സ് അതോറിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യാം കേട്ടോ. ഗൂഗിളിൽ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ tax.gov.a എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറ്റിന്റെ രജിസ്ട്രേഷനും ഫയലിംഗും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ വെബ്സൈറ്റിലാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്.
ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് UAE വാറ്റിൻ്റെ ഫയലിംഗ്, UAE വാറ്റിൻ്റെ രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയും, പ്രാക്ടിക്കലി നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളതൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് UAE വാറ്റിൻ്റെ ഫയലിംഗ്, രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. വേണം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാറ്റിൻ്റെ ഫയലിംഗ്, വാറ്റിൻ്റെ രജിസ്ട്രേഷന്, അതുപോലെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഫയലിംഗ്, കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പ്രാക്ടിക്കലി പഠിപ്പിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ ചെയ്ത് നോക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു വെബ്സൈറ്റ് കാണിച്ചില്ലേ, ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. UAE വാറ്റിൻ്റെ ഫെഡറൽ ടാക്സ് അതോറിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതേപോലെ നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കും, ഇതൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാറ്റ് ഫയലിംഗ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, രജിസ്ട്രേഷനും ഫയലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അത് UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ UAE വാറ്റിൻ്റെ രജിസ്ട്രേഷന് ഫയലിംഗ്, കോർപ്പറേറ്റ് ടാക്സിൻ്റെ രജിസ്ട്രേഷന് ഫയലിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ ചെയ്ത് പഠിക്കാനുള്ള ഓപ്ഷന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റി FTA അല്ലേ, FTA നമ്മൾ പറഞ്ഞു അല്ലേ, FTA എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. GST കൗൺസിൽ പോലെയുള്ള ഒരു ടാക്സ് അതോറിറ്റിയാണ് അല്ലേ. ഓക്കെ, സോ നമുക്ക് വാറ്റിലോട്ട് വരുന്നതിന് മുമ്പ്, മീൻസ് എന്താണ് വാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു എക്സാമ്പിളിലോട്ട് വരാം. എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. നിങ്ങൾ സപ്ലൈ ചെയിൻ കേട്ടിട്ടുണ്ടോ? സപ്ലൈ ചെയിൻ കേട്ടിട്ടുണ്ടോ? സപ്ലൈ ചെയിൻ അറിയോ? കേട്ടിട്ടുണ്ട്. എന്താണ് ആക്ച്വലി സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സപ്ലൈ ചെയിൻ? എന്തായിരിക്കും? പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് മുതൽ സെയിൽ വരെയുള്ള ഒരു മൂവ്മെന്റ് അല്ലേ? മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റൂ അല്ലേ. അതായത് ഇപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് മൊബൈൽ ഫോൺ വാങ്ങുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഞാൻ ഏത് ഷോപ്പിൽ നിന്നാണോ ഞാൻ മൊബൈൽ ഫോൺ വാങ്ങുന്നത്, അവരാണോ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയിട്ടുള്ളത്? ആണോ? മാനുഫാക്ചർ ചെയ്തിട്ടുള്ള അവരാണോ? അല്ല. എന്താ അവിടെ സംഭവിക്കുന്നത്? മാനുഫാക്ചർ ആയിട്ടുള്ള ആൾ, അതായത് മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, അത് അവരെന്ത് ചെയ്യും, ഹോൾസെയിലർക്ക് വിൽക്കും അല്ലേ. അതായത് മൊത്ത കച്ചവടക്കാരെന്നൊക്കെ പറയാം, നമ്മൾ മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റും അല്ലേ. മൊത്തമായിട്ട് സെയിൽ ചെയ്യുന്ന ആളുകൾ, 50, 100, 200, 300 പീസുകളൊക്കെ ഒരുമിച്ച് സെയിൽ ചെയ്യുന്ന ആളുകൾ അല്ലേ, അവരെയാണ് നമ്മൾ ഹോൾസെയിലേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മാനുഫാക്ചർ ആരാണോ മൊബൈൽ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ, അവരെന്ത് ചെയ്യും, അവരുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ബൾക്കായിട്ട് വാങ്ങും. 500, 200, 300, 400 പീസൊക്കെ എന്ത് ചെയ്യും, ഒരുമിച്ച് വാങ്ങും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് റീറ്റെയിലേഴ്സിന് വിൽക്കും അല്ലേ. റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളാണ് റീറ്റെയിലേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് വിൽക്കും. അവരുടെ കയ്യിൽ നിന്നാണ് ഫൈനലി നമ്മൾ വാങ്ങുക അല്ലേ. നമ്മളാണല്ലോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ, മീൻസ് ഫൈനൽ അല്ലെങ്കിൽ എൻഡ് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളായിരിക്കും. ഫൈനലി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക, എൻഡ് കസ്റ്റമർ അല്ലെങ്കിൽ ഫൈനൽ കസ്റ്റമർ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ആരാണോ മാനുഫാക്ചറർ, ആ മാനുഫാക്ചറിന് ഹോൾസെയിലർക്ക് വിൽക്കും, ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് വിൽക്കും, റീറ്റെയിലർ എന്ത് ചെയ്യും, അത് ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള നമുക്കത് വിൽക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ പറയുന്ന സപ്ലൈ ചെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പോൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ വാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ ഒരു സപ്ലൈ ചെയിൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോൾസെയിലർ, റീറ്റെയിലർ, ഫൈനൽ കൺസ്യൂമറിൽ എൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയാം. അപ്പോൾ UAE വാറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ, വാറ്റ് എന്ന് പറയുന്നത് ഈ സപ്ലൈ ചെയിനിന്റെ ഓരോ സ്റ്റെപ്പിലും വാറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞ പ്രകാരം മാനുഫാക്ചർ ഹോൾസെയിലർക്ക് വിൽക്കുമ്പോൾ അവിടെ വാറ്റ് ഉണ്ട്, ഹോൾസെയിലർ റീറ്റെയിലർക്ക് വിൽക്കുമ്പോൾ അവിടെ വാറ്റ് ഉണ്ട്, റീറ്റെയിലർ എൻഡ് കസ്റ്റമർ മീൻസ് ഫൈനൽ കസ്റ്റമർക്ക്, ആ പ്രൊഡക്റ്റ് ആരാണ് യൂസ് ചെയ്യുന്നത് അവരാണല്ലോ ഫൈനൽ കൺസ്യൂമർ, അവർക്ക് അത് വിൽക്കുമ്പോൾ അവിടെയും എന്തുണ്ട്, വാറ്റ് ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ആ സപ്ലൈ നടക്കുന്ന മാനുഫാക്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് യൂസറിലോട്ട് അത് എത്തുന്നത് വരെ ഏതൊക്കെ പ്രോസസ്സ് ഉണ്ടോ ആ പ്രോസസ്സിലെല്ലാം എന്തുണ്ട്, വാറ്റ് ഉണ്ട്. വാറ്റ്
വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? എന്താ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഒരു എക്സാമ്പിളിലോട്ട് വരാം. ഈ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറ്റ് പ്രോപ്പർ ഐഡിയ ഉണ്ടാവും. പ്രോപ്പർ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സോ എന്താണ് വാറ്റ് എന്നുള്ള കറക്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ നോക്കുക, കൺസെപ്റ്റ് ഓഫ് വാറ്റ്. വാറ്റ് നമ്മൾ പറഞ്ഞു മാനുഫാക്ചർ ആയിട്ടൊരാൾ, അതായത് മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളുണ്ട്. ആളുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് വാങ്ങുകയാണ്. മനസ്സിലായോ? മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോൾസെയിലർ ആണ് കരുതാം. ഓക്കെ, ആ കൺസെപ്റ്റിൽ തന്നെ പോവാട്ടോ. ഞാനൊരു ഹോൾസെയിലർ ആണ്. ഞാൻ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഞാനൊരു 10,000 ദിറംസ് കൊടുത്തിട്ടാണ്, നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പിയിലല്ല പറയുന്നത്, UAE ആയതുകൊണ്ട് ദിറംസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10,000 ദിറംസ് കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നത്. 10,000 ആണ് കേട്ടോ അതിൻ്റെ കോസ്റ്റ്. മനസ്സിലാക്കണം, എക്സാമ്പിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. 10,000 ആണ് അതിൻ്റെ കോസ്റ്റ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, 10,000ൻ്റെ മുകളിൽ 5% വാറ്റ് എന്ത് ചെയ്യണം, ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ ആരുടെ കയ്യിൽ നിന്നാണോ, മാനുഫാക്ചറുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, മാനുഫാക്ചർക്ക് എന്ത് ചെയ്യണം, 5% വാറ്റും കൊടുക്കണം. അപ്പോൾ ഞാൻ ടോട്ടൽ എത്ര കൊടുക്കണം, എത്ര കൊടുക്കണം, എത്ര കൊടുക്കണം? 10,500 അല്ലേ? 10,500 എന്ത് ചെയ്യണം, ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ മാനുഫാക്ചർക്ക് കൊടുക്കണം. ക്ലിയർ ആണോ? ഇതാണ് സപ്ലൈ ചെയിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ഇവിടെ മൊബൈൽ ഫോണിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. അതിന്റെ മുകളിൽ 5% എന്ന് പറയുന്നതാണ് 500 വാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ വാറ്റ് അടക്കം 10,500 ആണ് എന്ത് ചെയ്യുന്നത്, ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ മാനുഫാക്ചർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇതാണ് ഫസ്റ്റ് മാനുഫാക്ചറർ ടു ഹോൾസെയിലർ എന്ന് പറയുന്ന ഫസ്റ്റ് സപ്ലൈ ചെയിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സംഭവിക്കുന്ന അടുത്ത് എന്താ, ഹോൾസെയിലർ ആയിട്ടുള്ള എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടി. 10,000 ആണ് കേട്ടോ മൊബൈൽ ഫോണിൻ്റെ റേറ്റ്, ബാക്കി 500 വാറ്റ് ആണ്. ആ വാറ്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ, വാറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ബോധേഡാവണ്ട. 10,000 ആണ് ആ മൊബൈൽ ഫോണിൻ്റെ റേറ്റ്. ഞാൻ 10,000 മൊബൈൽ ഫോൺ വാങ്ങി. ഞാൻ ഇനി എന്ത് ചെയ്യാണ്, റീറ്റെയിലർക്ക് അത് വിൽക്കുകയാണ്. റീറ്റെയിലർക്ക് ഞാൻ എത്ര എമൗണ്ടിനായിരിക്കും വിൽക്കുക? 10,000 തന്നെ വിൽക്കുമോ? 10,000 തന്നെ ഞാൻ പ്രോഡക്റ്റ് വിൽക്കുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഇല്ലേ? 10,000 ഞാൻ വാങ്ങി, അതെന്ത് ചെയ്യാണ്, 11,000 വിൽക്കുകയാണ്. ഓക്കെ, 10,000 വാങ്ങിയ മൊബൈല് 500 വാറ്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ. വാറ്റിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. 10,000 ഞാൻ വാങ്ങി, ഹോൾസെയിലർ ആയിട്ട് ഞാൻ വാങ്ങി. ആ 10,000 വാങ്ങിയ മൊബൈൽ ഫോൺ നിങ്ങൾ റീറ്റെയിലർ ആണെന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾ റീറ്റെയിലർ ആണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ആ 10,000 മൊബൈൽ ഫോൺ വാങ്ങി, ഞാൻ നിങ്ങൾക്ക് 11,000 വിറ്റത്. അതായത് എത്രയാണോ ലാഭം, ആ ലാഭം ഞാൻ 1,000 രൂപ അല്ലെങ്കിൽ 1,000 ദിറംസ് പ്രോഫിറ്റ് എടുത്തിട്ട് 11,000 ദിറംസിന് ഞാൻ നിങ്ങൾക്ക് വിറ്റു. ക്ലിയർ? 11,000 ദിറംസിന് ഞാൻ നിങ്ങൾക്ക് വിറ്റു. നിങ്ങൾ റീറ്റെയിലേഴ്സ് ആണ്. മനസ്സിലായല്ലോ? ഞാൻ ഹോൾസെയിലർ ആണ്. മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് 10,000 ദിറംസിന് ഞാൻ വാങ്ങി, 500 ദിറംസ് ഞാൻ വാറ്റും കൊടുത്തു. അങ്ങനെ 10,500 ദിറംസ് ഞാൻ മാനുഫാക്ചർക്ക് കൊടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഞാനത് വിറ്റു. ഞാൻ 10,000 വാങ്ങിയ സാധനം 1,000 ദിറംസ് പ്രോഫിറ്റ്, ലാഭം. വെറുതെ വിൽക്കൂലല്ലോ, പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടല്ലേ വിൽക്കുള്ളൂ. സോ 11,000 ഞാൻ നിങ്ങൾക്ക് വിറ്റു. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാറ്റും കളക്ട് ചെയ്യും. ഇല്ലേ? 11,000 മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക? അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് വാറ്റ് ആ 11,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 550 ദിറംസ് എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാറ്റ് കളക്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ ഇത് റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അത് ഫൈനൽ കൺസ്യൂമർക്ക് വിൽക്കും. അല്ലേ? ആരാണോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അവർക്ക്, എൻഡ് കൺസ്യൂമർ അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമർക്ക് നിങ്ങൾ ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. ഫൈനൽ കൺസ്യൂമർക്ക് നിങ്ങൾ ആ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. 11,000 വാങ്ങിയ സാധനം 11,000 തന്നെ വിൽക്കുമോ? നിങ്ങൾ വിൽക്കുമോ? ഇല്ല, വിൽക്കൂല. അല്ലേ? എന്താ നിങ്ങൾ ചെയ്യുക, 11,000 മുകളിൽ നിങ്ങളൊരു പ്രോഫിറ്റ്, നിങ്ങൾക്കുള്ളൊരു പ്രോഫിറ്റ് നിങ്ങൾ ആഡ് ചെയ്യും. അല്ലേ? നിങ്ങളിപ്പോൾ ഫൈനൽ കൺസ്യൂമർക്ക് വിൽക്കുകയാണ്. അതായത് ആരാണോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വിൽക്കുകയാണ്. നിങ്ങളുടെ ഷോപ്പാണ്, നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുകയാണ്. നിങ്ങളുടെ ഷോപ്പിൽ ഒരാൾ വന്നു, ഒരു കസ്റ്റമർ വന്നു, നിങ്ങൾ മൊബൈൽ ഫോൺ വിൽക്കുകയാണ്. 11,000 വാങ്ങിയ പ്രൊഡക്റ്റ് മൊബൈൽ ഫോൺ നിങ്ങൾ എന്ത് ചെയ്തു, 13,000 വിൽക്കുന്നത്. 2,000 നിങ്ങൾ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് 13,000 വിൽക്കുന്നത്.
ക്ലിയർ? 13,000-നാണ് വിൽക്കുന്നത്, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആ കസ്റ്റമറെ കയ്യിൽ നിന്ന് എത്ര വാറ്റ് കളക്ട് ചെയ്യും? അതിൻ്റെ 5% വാറ്റ് കളക്ട് ചെയ്യും. 13,000-ന്റെ 5% നിങ്ങൾ വാറ്റ് കളക്ട് ചെയ്യും. എത്രയായിരിക്കും 13,000-ന്റെ 5% എന്ന് പറയുമ്പോൾ? 13,500 ആണോ? 13,650 അല്ലേ? 650 അല്ലേ വാറ്റ് വരിക? അല്ലെ 5% വാറ്റ് എത്രയാ വരിക? 650 അല്ലേ? അല്ലേ? ഓക്കെ, 1,300 പകുതി 650 അല്ലെ? 650 ദിറംസ് ആണ് എന്ത് ചെയ്യുക? നിങ്ങൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് വാറ്റ് കളക്ട് ചെയ്യുക. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി, ഹോൾസെയിലറായിട്ട് ഞാൻ വാങ്ങി, 10,000-നാണ് വാങ്ങിയത്. 10,000-ന്റെ മുകളിൽ 5% വാറ്റ് ഞാൻ കൊടുത്തു. 500 ദിറംസ് ഞാൻ ഇവിടെ വാറ്റ് കൊടുത്തു അല്ലേ? രണ്ടാമത്തെ കേസിൽ, റീറ്റെയിലറുടെ കേസിൽ നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റ് വിറ്റപ്പോൾ 11,000-ന് ഞാൻ വിറ്റു, 550 ദിറംസ് വാറ്റും, അങ്ങനെ 11,550 എന്ത് ചെയ്തു? നിങ്ങൾ ടോട്ടൽ എനിക്ക് തന്നു. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? 13,000-ന് കസ്റ്റമർക്ക് വിൽക്കുകയാണ്. അതിൽ എന്ത് ചെയ്യുക? 5% വാറ്റും നിങ്ങൾ കളക്ട് ചെയ്തു. അങ്ങനെ 13,650 എന്ത് ചെയ്തു? നിങ്ങൾ കസ്റ്റമറെ കയ്യിൽ നിന്ന്, ഫൈനൽ കൺസ്യൂമറെ കയ്യിൽ നിന്ന്, റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങൾ ആ എമൗണ്ട് കളക്ട് ചെയ്തു. 13,650 കളക്ട് ചെയ്തു. ക്ലിയർ ആണോ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഈ ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരും. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ ആണ്? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ഇവിടെ എല്ലാറ്റിലും വാറ്റ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ 500 വാറ്റ് വരുന്നുണ്ട്, ഇവിടെ 550 വാറ്റ് വരുന്നുണ്ട്, ഇവിടെ 650 വാറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഇവിടെ ഫൈനലായിട്ട് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാരാണോ അവർക്കാണ് അതിൻ്റെ എക്സ്പെൻസ് വരുള്ളൂ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾസെയിലർ വാറ്റ് കൊടുക്കുന്നില്ലേ? ഹോൾസെയിലർ ഇവിടെ 500 വാറ്റ് കൊടുക്കുന്നുണ്ട്, റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങൾ 550 വാറ്റ് കൊടുക്കുന്നുണ്ട്, കൺസ്യൂമർ ആയിട്ടുള്ള ആൾ 650 വാറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വാറ്റ് വരുന്നില്ലേ? അപ്പോൾ അതെങ്ങനെ ശരിയാവോ? നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയാവോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കണം, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 500 വാറ്റ് കളക്ട്, ഇവിടെ ഇപ്പോൾ ഹോൾസെയിലർ ആയിട്ടുള്ള എൻ്റെ കേസ് എടുക്കാം. ഓക്കെ, എൻ്റെ കേസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലറുടെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ചിന്തിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഹോൾസെയിലറാണ്, ഞാൻ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് എത്രയാണ് വാങ്ങിയത്? 500 ദിറംസിനാണ് ഞാൻ വാങ്ങിയത്. എന്ത് വാറ്റ് കൊടുത്തത്? 500 ദിറംസ് ആണ് വാറ്റ് ഞാൻ കൊടുത്തത് അല്ലേ? 500 ദിറംസ് ആണ് ഞാൻ വാറ്റായിട്ട് കൊടുത്തത്. ക്ലിയർ ആണോ? മാനുഫാക്ചർ കയ്യിൽ നിന്ന് ഹോൾസെയിലറായിട്ട് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ 500 ദിറംസ് ഞാൻ വാറ്റ് കൊടുത്തു. പർച്ചേസ് ചെയ്തപ്പോൾ ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ കൊടുത്ത വാറ്റ് എത്രയാണ്? 500 ആണ്. ഈ ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇൻപുട്ട് വാറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? ഇൻപുട്ട് വാറ്റ് എന്നാണ് പറയാ. ക്ലിയർ? മനസ്സിലാക്കി പോവാട്ടോ. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ UAE വാറ്റ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ടോപ്പിക് ആണ്. മീൻസ് നിങ്ങൾക്കത് കുറച്ച് ലോ ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സൊക്കെ ഫുൾ അങ്ങനെയാണ് വരാറ്, ഫുള്ളി എക്സാമ്പിൾ ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ എത്ര വലിയ ലോ ആണെന്നുണ്ടെങ്കിലും അത് നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയും, അപ്പോൾ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ 500 ദിറംസ് ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു? 500 ദിറംസ് ഞാൻ വാറ്റായിട്ട് കൊടുത്തു. ഈ പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ കൊടുത്ത ഈ വാറ്റിനെ പറയുന്ന പേരെന്താ? ഇൻപുട്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഞാൻ 500 വാറ്റ് കൊടുത്തു, ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? റീറ്റെയിലർ ആയിട്ട് നിങ്ങൾക്ക് വിറ്റ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എത്ര വാറ്റ് കളക്ട് ചെയ്ത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ വാറ്റ് എത്രയാ? 550 ദിറംസ് അല്ലേ? 550 ദിറംസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാറ്റായിട്ട് കളക്ട് ചെയ്തു. അതായത് ഞാൻ സെയിൽ ചെയ്തപ്പോൾ, നിങ്ങൾക്ക് സെയിൽ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത വാറ്റ് എത്രയാണ്? 550 ദിറംസ് അല്ലേ? അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന വാറ്റിനെ പറയുന്ന പേരാണെന്ത്? ഔട്ട്പുട്ട് വാറ്റ്. ഓക്കെ, ഔട്ട്പുട്ട് വാറ്റ്. ക്ലിയർ ആണോ? ഔട്ട്പുട്ട് വാറ്റ്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വാറ്റാണ് ഔട്ട്പുട്ട് വാറ്റ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് ചെയ്യുന്നതിന് കൊടുക്കുന്ന വാറ്റാണ് ഇൻപുട്ട് വാറ്റ്.
ക്ലിയർ ആണോ? ഇൻപുട്ട് വാറ്റ്, ഔട്ട്പുട്ട് വാറ്റ്, ക്ലിയർ ആണോ? ഓക്കെ. ഇവിടുന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ് നമ്മൾ വാറ്റ് ഇനി ഗവൺമെന്റിന് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ? ഇപ്പോൾ ഹോൾസെയിലറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 500 ദിറംസ് പർച്ചേസ് ചെയ്ത സമയത്ത് വാറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? സെയിൽ ചെയ്ത സമയത്ത് കസ്റ്റമറെ കയ്യിൽ നിന്ന് 550 ദിറംസ് കളക്റ്റും ചെയ്തിട്ടുണ്ട്. ക്ലിയർ? എന്നിട്ട് ഇവിടെ നമ്മൾ എത്രയാണ് ഇനി ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത്. എത്രയാണോ ഇൻപുട്ട് വാറ്റ് അതിന്ന് ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. എത്രയാണോ സെയിൽ ചെയ്ത സമയത്ത് നമ്മൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത വാറ്റ് അതിന്ന് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത വാറ്റ് കുറക്കുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഹോൾസെയിലറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് 500 വാറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സെയിൽ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വിറ്റപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, 550 വാറ്റ് കളക്ട് ചെയ്തു അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത വാറ്റിൽ നിന്ന് ഞാൻ കൊടുത്ത വാറ്റ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പൊ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് ഞാൻ ഗവൺമെന്റിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും എമൗണ്ട് വരിക? 550 500 ദിറംസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയായി? 50 അല്ലേ? 500 ദിറംസ് 550 ദിറംസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയായി? 50 ദിറംസ് എന്ത് ചെയ്താൽ മതി, വാറ്റ് കൊടുത്താൽ മതി. ഹോൾസെയിലർ ആയിട്ടുള്ള ആള് കൊടുക്കേണ്ട വാറ്റ് എന്ന് പറയുന്നത് 50 ദിറംസ് ആണ്. ഇനി നിങ്ങളുടെ കേസിലോട്ട് വരാം. ഇപ്പൊ നിങ്ങൾ റീറ്റെയിലർ ആണല്ലോ, നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത വാറ്റ് എത്രയാ? 550 ദിറംസ് ആണ്. നിങ്ങൾ സെയിൽ ചെയ്ത സമയത്ത്, കസ്റ്റമർക്ക് സെയിൽ ചെയ്ത സമയത്ത് നിങ്ങൾ കളക്ട് ചെയ്ത വാറ്റ് എത്രയാ? 650 ദിറംസ്. ക്ലിയർ ആണോ? 650 ദിറംസ് ആണ് നിങ്ങൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തത്. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ 550 ദിറംസ് എനിക്ക് വാറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട വാറ്റ് എത്രയാ? 650 മൈനസ് 550. പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങൾ കൊടുത്ത വാറ്റ് എന്തെന്ന് കുറക്കണം? നിങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് കസ്റ്റമറെ കയ്യിൽ നിന്ന് വാങ്ങിയ വാറ്റിന്ന് കുറക്കണം. എന്ന് പറയുമ്പോൾ 650 550 കുറക്കാം. എത്രയായി? 100 ദിറംസ് എന്ത് ചെയ്യണം, നിങ്ങൾ കുറക്കണം. ക്ലിയർ ആണോ? 100 ദിറംസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാറ്റ് ആയിട്ട് ഗവൺമെന്റിന് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഹോൾസെയിലർ ആയിട്ടുള്ള ആള്, അതായത് മീൻസ് ഞാൻ കൊടുക്കേണ്ട വാറ്റ് എന്ന് പറയുന്ന 50 ദിറംസും റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 100 ദിറംസും ആണ്. ഓക്കെ, 50 ദിറംസ് ഞാൻ കൊടുക്കണം, 100 ദിറംസ് എന്ത് ചെയ്യണം, നിങ്ങൾ റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങളും കൊടുക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു, 500 മാനുഫാക്ചർക്ക് കൊടുത്തു. ആ മാനുഫാക്ചർ എന്ത് ചെയ്തു, ആ 500 ഗവൺമെന്റിന് കൊടുത്തു. ക്ലിയർ? ഫസ്റ്റ് സ്റ്റേജിൽ 500 എന്ത് ചെയ്തു, ഗവൺമെന്റിന് കിട്ടി. ഇല്ലേ? ക്ലിയർ ആണോ? ഗവൺമെന്റിന് കിട്ടി, 500 ഗവൺമെന്റിന് കിട്ടി. ഇനി ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങൾക്ക് വിറ്റപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, നിങ്ങളെ കയ്യിൽ നിന്ന് 550 ഞാൻ കളക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി കൊടുത്ത 500 കുറച്ചു. ബാക്കി ഗവൺമെന്റിന് എത്രയാണ് ഞാൻ കൊടുത്തത്? എത്രയാണ് കൊടുത്തത്? 50 ദിറംസ് അല്ലേ? 50 ദിറംസ് ആണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിറ്റപ്പോൾ ഞാൻ ഗവൺമെന്റിന് കൊടുത്തത്. ഇനി നിങ്ങൾ കസ്റ്റമർക്ക് വിറ്റപ്പോൾ നിങ്ങൾ ഗവൺമെന്റിന് കൊടുത്തത് എത്രയാ? 650 മൈനസ് 550 എത്രയാ? 100 അല്ലേ? 100 ദിറംസ് നിങ്ങൾ എന്ത് ചെയ്തു, ഗവൺമെന്റിന് കൊടുത്തു. എന്ന് പറയുമ്പോൾ ആദ്യം 500 കിട്ടി, പിന്നെ 50 കിട്ടി, ദെൻ പിന്നെ എന്ത് ചെയ്യാ, പിന്നെ എത്ര കിട്ടിയത്? ഒരു മിനിറ്റ്. ഓക്കെ, പിന്നീട് 100 ദിറംസും കിട്ടി. അങ്ങനെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് എത്ര കിട്ടി? 500, 50, 100 ടോട്ടൽ 650 ദിറംസ് ഗവൺമെന്റിന് കിട്ടി. ഇല്ലേ? ഗവൺമെന്റിന് 650 ദിറംസ് കിട്ടി. ക്ലിയർ? ഗവൺമെന്റിന് 650 ദിറംസ് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ കസ്റ്റമറെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത വാറ്റ് എത്രയാ? 650 ദിറംസ് അല്ലേ? ക്ലിയർ? ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ 500 ദിറംസ് വാറ്റ് കൊടുത്തിട്ടില്ലേ? ആ കൊടുത്തത് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഞാൻ വിറ്റപ്പോൾ 550 നിങ്ങളെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. അതിൽ 50 ഞാൻ ഗവൺമെന്റിന് കൊടുത്തുള്ളൂ. ബാക്കി 500 ദിറംസ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു. ക്ലിയർ
ക്ലിയർ? ഞാൻ എത്രയാണോ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത വാറ്റ്, ആ കൊടുത്ത വാറ്റ് എന്ത് ചെയ്തു, ഞാൻ സെയിൽ ചെയ്ത സമയത്ത് വാറ്റ് കളക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, അത് കുറച്ചിട്ടാണ് കൊടുത്തത്. എന്ന് പറയുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത വാറ്റ് എന്ത് ചെയ്യാം, എനിക്ക് തിരിച്ച് എനിക്ക് തന്നെ കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ITC എന്ന് പറയും. ക്ലിയർ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാറ്റ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ഹോൾസെയിലർ ആയിട്ടുള്ള ഞാൻ മാനുഫാക്ചർക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ 500 ദിറംസ് വാറ്റ് കൊടുത്തു. അത് ഞാൻ നിങ്ങൾക്ക് വിറ്റപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 500 ദിറംസ് എനിക്ക് കിട്ടി, അല്ലേ? ഞാനത് എടുത്തു. ദെൻ ഇനി റീറ്റെയിലർ ആയിട്ടുള്ള നിങ്ങളത് കസ്റ്റമർക്ക് വിറ്റു, 650 ദിറംസ് വാറ്റ് കളക്ട് ചെയ്തു. ദെൻ അതിൽ 100 ദിറംസേ നിങ്ങൾ ഗവൺമെന്റിന് കൊടുത്തുള്ളൂ, ബാക്കി 550 ദിറംസ് എന്ത് ചെയ്തു, നിങ്ങളെ കയ്യിൽ വെച്ചു. ക്ലിയർ? അപ്പൊ നിങ്ങൾ എത്രയാണോ ടാക്സ് കൊടുത്തത് അത് നിങ്ങൾക്ക് കിട്ടി, ഞാൻ എത്രയാണോ ടാക്സ് കൊടുത്തത് അത് എനിക്കും കിട്ടി. ഇവിടെ നഷ്ടം ആർക്കാണ്, മീൻസ് ടാക്സിന്റെ ബേർഡൻ ഫുൾ ആയിട്ട് വരുന്നത് ആർക്കാണ്, ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള ആൾ ആരാണോ അവർ കൊടുത്തിട്ടുള്ള 650 ദിറംസ് നേരെ ടാക്സ് ആർക്കാ പോകുന്നത്, ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ കൺസെപ്റ്റ് വ്യക്തമാവുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഗവൺമെന്റിനാണ് ടാക്സ് കിട്ടേണ്ട ആള്, ഗവൺമെന്റിന് ആരുടെ കയ്യിൽ നിന്നാണ് ടാക്സ് കിട്ടേണ്ടത്, കൺസ്യൂമറെ കയ്യിൽ നിന്നാണ് ടാക്സ് കിട്ടേണ്ടത്, അല്ലേ? കൺസ്യൂമറെ കയ്യിൽ നിന്നാണ് ടാക്സ് കിട്ടേണ്ടത്, 650 ടാക്സ് കിട്ടണം. അത് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? 500 മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് കിട്ടി. ദെൻ അതേപോലെ തന്നെ 50 ആരുടെ കയ്യിൽ നിന്ന് കിട്ടി, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കിട്ടി. ദെൻ ഫൈനൽ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് 100, ദെൻ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് 500, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് 50. ഇങ്ങനെയാണ് കിട്ടിയത്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 650 ദിറംസ് കിട്ടി. ദെൻ ബാക്കിയുള്ള ആളുകൾക്കൊന്നും കിട്ടിയില്ല. ദെൻ ഈ പറയുന്ന ഫൈനൽ കൺസ്യൂമർക്ക് എന്ത് ചെയ്യാം, ഫൈനൽ കൺസ്യൂമർക്കാണ് ഇതിന്റെ ഫുൾ ബാധ്യതയും വന്നത്, അല്ലേ? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ വന്നത്? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഇങ്ങനെയാണ് എന്താണ്, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. സോ അപ്പൊ നമ്മൾ ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നേരെ വാറ്റിലോട്ട് വന്ന് നോക്കി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഡെഫിനിഷനിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് വാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ വാറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ജനറൽ കൺസംഷൻ ടാക്സ് ആണ്. എന്ന് പറയുമ്പോൾ ജനറലി ആ പ്രൊഡക്റ്റ് ആരാണോ കൺസ്യൂം ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്, അവർക്ക് വരുന്ന ടാക്സ് ആണ് എന്ത്, വാറ്റ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആരാണോ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ഫൈനൽ കൺസ്യൂമർ ആണ്. ആ ഫൈനൽ കൺസ്യൂമർക്കാണ് നമ്മൾ പറഞ്ഞ 650 ദിറംസ് വാറ്റ് വന്നത്. വേറെ ആർക്കെങ്കിലും അതിന്റെ വാറ്റിന്റെ ബാധ്യത വന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ക്ലിയർ? വന്നോ? മാനുഫാക്ചർക്ക് വന്നോ? റീറ്റെയിലർക്ക് വന്നോ? ഇല്ല, ഇവർക്കൊന്നും ആ വാറ്റിന്റെ ബാധ്യത ഇല്ല. ആർക്കാ വന്നത്? ആരാണോ പ്രൊഡക്റ്റ് അവസാനമായിട്ട് യൂസ് ചെയ്യുന്നത് അവർക്കാണ് അതിന്റെ ബാധ്യത വന്നിട്ടുള്ളൂ. സോ അതാണ് എന്ത്, നമ്മൾ ജനറൽ കൺസംഷൻ ടാക്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഇമ്പോസ്ഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മളൊരു ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക, വാറ്റ് ചാർജ് ചെയ്യുക. മനസ്സിലായോ? ഒരു സാധനോ സേവനോ സെയിൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ സപ്ലൈ നടക്കുമ്പോൾ അവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ വാറ്റ് വരുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? ലെവീഡ് ഓൺ ടാക്സബിൾ വാല്യൂ. ടാക്സബിൾ വാല്യൂവിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ടാക്സ് ഏത് എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത് അതിനെയാണ് ടാക്സബിൾ എമൗണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ ആയിട്ടുള്ള ഞാനാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലേ? ഞാൻ 10,000-നല്ലേ വാങ്ങുന്നത്. 10,000-ന് വാങ്ങുമ്പോൾ ആ 10,000 എന്ന് പറയുന്ന എമൗണ്ട് ആണ് എന്ത്, ടാക്സബിൾ വാല്യൂ. അതിന്റെ മുകളിലല്ലേ ഞാൻ 5% വാറ്റ് ചാർജ് ചെയ്ത്, അല്ലേ? 10,000 ദിറംസിനാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയത്. അതിന്റെ മുകളിൽ, ആ 10,000-ന്റെ മുകളിലാണ് 5% വാറ്റ് ചാർജ് ചെയ്തത്. സോ ആ 10,000-നെയാണ് നമ്മൾ എന്ത് പറയാ, ടാക്സബിൾ വാല്യൂ എന്ന് പറയാം. പക്ഷേ ഈ ടാക്സബിൾ വാല്യൂ നമുക്ക് പെട്ടെന്നൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 10,000 ആണ് മൊബൈൽ ഫോണിന്റെ വാല്യൂ. സോ അതിന്റെ മുകളിൽ 5% വാറ്റ് ചാർജ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷേ UAE വാറ്റിൽ തന്നെ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. വാല്യൂ ഓഫ് സപ്ലൈ അതൊന്നും നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂവിന്റെ മുകളിലാണ്
വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഫൈൻഡ് ചെയ്യാണ്ട് എന്ന് പറയുമ്പോൾ ഗുഡ്സിന് വേറെയാണ്, സർവീസിന് വേറെയാണ്, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേറെയാണ്. ഓക്കെ, അതിലൊക്കെ ഡിഫറെൻറ്റ് കേസസ് ആണ് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സിമ്പിളാണ്, പക്ഷെ അതിൻ്റെ റൂളൊക്കെ നമുക്ക് കുറേ അധികം പറയാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എക്സൈസിൻ്റെ കയ്യിലോട്ടാണ് പ്രൊഡക്റ്റ്, അവർ ത്രൂ ആണ് പ്രൊഡക്റ്റ് വരിക. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യണോ, കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ക്ലിയർ? അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ടോപ്പിക്ക്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് നമ്മൾ യു എയിലോട്ട് കൊണ്ടുവന്നു, ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ വാറ്റ് കൊടുക്കണോ യു എയിൽ വാറ്റ് കൊടുക്കണോ? കൺഫ്യൂഷനാണ്. അതുപോലെ യു എന്ന് സൗദിയിൽ നിന്ന് അല്ലെങ്കിൽ ഒമാനിൽ നിന്നോ നമ്മളൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, യു എയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ യു എയിൽ വാറ്റ് കൊടുക്കണോ അല്ലെങ്കിൽ സൗദിയിൽ വാറ്റ് കൊടുക്കണോ? കൺഫ്യൂഷനാണ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ യു എയിൽ നിന്ന് ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിലോട്ട് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇന്ത്യയിലോട്ട് യു എയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. ആ സമയത്ത് ഇപ്പോൾ നമ്മളൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് നമുക്ക് ജോബ് കിട്ടുന്നതെന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ് നമുക്ക് ജോബ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയണം. വാറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എത്ര പെർസെൻറ്റേജ് ആയിരിക്കും വാറ്റ് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിയണം. നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഇപ്പോൾ GST ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5%, അതുപോലെ 12, 28, 18 എന്നൊക്കെ പറയുന്ന കുറേ റേറ്റുകളുണ്ട്. UAE ആണെന്നുണ്ടെങ്കിൽ 5% അല്ലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് പൊതുവേ ഉണ്ടാവും, ഇല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 5% മാത്രമല്ല. 5% മാത്രമല്ല മീൻസ് കോമൺ ആയിട്ട് പറയുമ്പോൾ, സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ 5% ആണെന്നുണ്ടെങ്കിലും നമുക്ക് 0 റേറ്റഡും ഉണ്ട്, എക്സെംപ്റ്റഡും ഉണ്ട്. ക്ലിയർ ആണോ? എക്സെംപ്റ്റഡ് ടാക്സ് റേറ്റ് വരുന്നതുകൊണ്ട്, 0 റേറ്റഡ് വരുന്നതുകൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട്. ഇതിൽ എക്സെംപ്റ്റഡ് ഏതാണ്, 0 റേറ്റഡ് ഏതാന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് വാറ്റ്. നമുക്ക് ബാക്കി സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത് പഠിക്കാൻ സിമ്പിളാണ്. ഓക്കെ, ഏകദേശം ഒരു 5%ഓളം അല്ലെങ്കിൽ ഒരു 10%ഓളം, ടോട്ടൽ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 10%ഓളം നമുക്ക് ഈ 0 റേറ്റിനും എക്സെംപ്റ്റഡും ആയിരിക്കും. ആ സംഭവം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യു എയിലുള്ള ഒരു ഏരിയ ആണ് ഡെസിഗ്നേറ്റഡ് സോൺ. കേട്ടിട്ടുണ്ടോ? ഡെസിഗ്നേറ്റഡ് സോൺ, ഫ്രീ സോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെയുള്ള വാറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, GCC വാറ്റ് എന്ന് പറയുന്നൊരു സംഭവമില്ല. യു എയിൽ തന്നെ ഓരോന്നിനും ഓരോ റൂളുകളും കാര്യങ്ങളാണ്. ഓരോന്നിനും ഒരു എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് വാറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളതൊക്കെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏത് വാല്യൂവിൻ്റെ മുകളിൽ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ ഏത് രാജ്യത്ത് നമ്മൾ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിന്ന് യു എയിലോട്ട് ഒരു എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യു എയിൽ വാറ്റ് കൊടുക്കണോ, ഇന്ത്യയിൽ വാറ്റ് കൊടുക്കണോ, അത് ഫൈൻഡ് ചെയ്യണം. അത് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയും. GST പഠിച്ച ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ ഈ GST പഠിച്ച അതേപോലെ തന്നെ യു എ വാറ്റിൽ അതൊക്കെ വരുന്നുണ്ട്. ലോ മാറ്റുണ്ട് കേട്ടോ, ഡിഫറെൻ്റ് ആണ്, GST പോലെയല്ല, മാറ്റുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് വിറ്റു, ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്, ഞാൻ ഇന്നൊരു മൊബൈൽ ഫോൺ വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് തന്നെ ആവണം എന്നില്ല ഡേറ്റ് ഓഫ് സപ്ലൈ. മനസ്സിലായോ? ഇന്നത്തെ ഡേറ്റ് ബേസ് ചെയ്തിട്ട് തന്നെ ആവണം എന്നില്ല എന്ത് വാറ്റ് ഫയലിംഗ് ചെയ്യേണ്ടത്. അത് ഒന്നുകിൽ ചിലപ്പോൾ നമ്മൾ ബില്ല് കൊടുത്ത ഡേറ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടിയ ഡേറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത ഡേറ്റ് ആവാം. അതൊക്കെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ആ ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ടാക്സബിൾ വാല്യൂ ആണ് അല്ലേ? ടാക്സബിൾ വാല്യൂ ആണ്. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ടാക്സബിൾ വാല്യൂ, ഏത് വാല്യൂവിൻ്റെ മുകളിലാണോ ടാക്സ് ചാർജ് ചെയ്യുന്നത് അതാണ് ടാക്സബിൾ വാല്യൂ. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്, ചാർജ്ഡ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടില്ലേ, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർക്ക് വിൽക്കുമ്പോൾ അവിടെ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർക്ക് വിൽക്കുമ്പോൾ അവിടെ വാറ്റ് ഉണ്ട് ഇല്ലേ? കണ്ടില്ലേ നിങ്ങൾ? ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർക്ക് വിറ്റപ്പോൾ അവിടെയും വാറ്റ് ഉണ്ട്, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കസ്റ്റമർക്ക് വിറ്റപ്പോൾ അവിടെയും വാറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വാറ്റിൻ്റെ ബേർഡൻ എന്തായാലും ഈ ഹോൾസെയിലർക്കോ റീറ്റെയിലർക്കോ വരില്ല. അതാർക്കേ വരുള്ളൂ? ഫൈനലി ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാരാണോ അവർക്ക് അത് വരുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക എന്താണ് വാറ്റിൻ്റെ ഒരു ഓവർവ്യൂ മനസ്സിലാക്കി വെക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ബിയർ ദ ബേർഡൻ എന്ന് പറയുമ്പോൾ വാറ്റ് കോസ്റ്റിൻ്റെ
അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യത വരുന്നത് ആർക്കാണ്? ഈ പറയുന്ന ഫൈനൽ കൺസ്യൂമേഴ്സിനാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് ഒരു ടാക്സ് കളക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരാണോ ടാക്സ് കൊടുക്കേണ്ട ആള് അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാ? ബിസിനസ് ആണ്. റീറ്റെയിലർ കളക്ട് ചെയ്യും, ഹോൾസെയിലർ കളക്ട് ചെയ്യും, മാനുഫാക്ചർ കളക്ട് ചെയ്യും, എന്നിട്ട് അത് ഗവൺമെന്റിന് കൊടുക്കും അല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൊബൈൽ ഫോൺ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് ഞാൻ ആ മൊബൈൽ ഫോൺ വാങ്ങി ടാക്സ് ഞാൻ ആ ഷോപ്പിലാണ് കൊടുക്കുക. എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ ടാക്സ് ആ ഷോപ്പ് എന്ത് ചെയ്യും? ഗവൺമെന്റിന് അടക്കും. സോ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് കളക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഞാൻ അതുപോലെ തന്നെ ഒരു 150ഓളം കൺട്രീസിൽ വാറ്റ്, GST, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ GST, ദെൻ വേറെ ബാക്കി വരുന്ന ഒരു 150ഓളം കൺട്രീസിൽ വാറ്റ് ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. യൂറോപ്യൻ യൂണിയനിൽ കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള കൺട്രീസിലൊക്കെ എന്തുണ്ട്? വാറ്റ് ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ വാറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ എന്താണ്? ഓക്കെ എന്തോ സംസാരിക്കാണ്. അതെങ്ങനെ? അത് അപ്പോഴല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ പറയാൻ പോവാണ്. റീസൺ ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് വാറ്റ്. നമ്മൾ പറഞ്ഞു വാറ്റ് UAE ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ കൂടെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ വാറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ആണ്. അപ്പോൾ 2018 വാറ്റ് വരുന്നത് അല്ലേ? 2018 വാറ്റ് വരുന്നത്. അപ്പോൾ 2018 വാറ്റ് വരുന്നതിന് മുമ്പ് ഗവൺമെന്റ് എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ടാവുക? പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും ഗവൺമെന്റിന് എവിടുന്ന ഫണ്ട് കിട്ടിയിട്ടുണ്ടാവുക? 2018 വാറ്റ് വരുന്നത്. ടാക്സ് സിസ്റ്റം വരുന്നത് 2018. അപ്പോൾ അതുവരെ ഗവൺമെന്റിന് എവിടുന്ന ഫണ്ട് കിട്ടിയിട്ടുണ്ടാവുക? പറയാൻ പറ്റുമോ? ടൂറിസം. ഓക്കെ, ടൂറിസം നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറെ എന്താ മെയിൻ റവന്യൂ എന്ന് പറയുന്നത്? ഓക്കെ, ഓയിൽ അല്ലേ? ഓയിൽ പ്രൊഡക്റ്റുകൾ മെയിൻ റവന്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? പറയാൻ പറ്റില്ലേ? അതായത് UAE സംബന്ധിച്ചിടത്തോളം UAE ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഓയിൽ പ്രൊഡക്റ്റുകൾ, പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ അല്ലേ? ഓയിൽ പ്രൊഡക്റ്റുകൾ, പെട്രോളിയം പ്രൊഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് അതാണ് അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത്. അവരുടെ നാച്ചുറൽ റിസോഴ്സ് ആണ്. അതായത് കുഴിച്ചെടുത്ത് അത് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സെയിൽ ചെയ്ത് അത് ഒരു വരുമാന മാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കൺട്രിയാണ് UAE എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോട്ടാണെന്നുണ്ടെങ്കിലും കൂടുതലും അവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ റവന്യൂ ആണത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം UAE വാറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാനുള്ള കാര്യം? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഈ പറഞ്ഞ റീസൺ തന്നെയാണ്. എന്ത്? നമുക്ക് UAE ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാധനം അല്ലേ? ഈ കുഴിച്ചെടുക്കുന്ന സാധനം ഏത് നിമിഷവും തീർന്നു പോകും അല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് ഒരിടത്ത് കുഴിച്ചു കഴിഞ്ഞാൽ എന്നും നമുക്ക് അവിടെ നിന്ന് കുഴിച്ചാൽ പിന്നെ ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്റ്റ് കിട്ടുമോ? ഇനിയിപ്പോൾ അതല്ല ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് കിട്ടുമോ? ഇല്ല. എന്ത് ചെയ്യും? അത് തീർന്നു പോകുന്ന ഒരു സാധനമാണ് അല്ലേ? നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കുഴിച്ചെടുക്കും തോറും തീർന്നു പോകുന്ന ഒരു സാധനമാണ് പെട്രോളിയം പ്രൊഡക്റ്റ്, ഓയിൽ പ്രൊഡക്റ്റുകളൊക്കെ അല്ലേ? അതായത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ആ പറയുന്ന കാര്യം നമുക്ക് തീർന്നു പോകുന്നതായതുകൊണ്ട് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ റവന്യൂ കൊണ്ട് മുന്നോട്ട് പോകില്ല. പെട്രോളിയം പ്രൊഡക്റ്റ് മാത്രം എക്സ്പോർട്ട് ചെയ്ത് ടൂറിസവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് ടൂറിസം ഒക്കെ നിന്നു അല്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പെട്രോളിയം പ്രൊഡക്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക? പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? പ്രോപ്പറായിട്ട് ഹെൽത്ത് സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അനദർ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? UAE ഈ പറയുന്ന വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ റീസൺസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഒന്നുകൂടെ പബ്ലിക് സർവീസ് ഒന്നുകൂടെ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ഇൻകം സോഴ്സ്. ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലാണ്ട് നമ്മൾ ഓയിൽ പ്രൊഡക്റ്റിന് മാത്രം ഇൻകം വരുന്നതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഒരു ടാക്സ്, ഒരു വാറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ കൂടെ എന്ത് ചെയ്യാണ്? ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് ആണ് അല്ലേ? നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം കിട്ടും. ഒന്ന് നിന്നാലും എന്ത് ചെയ്യും? വരുമാനം ഉണ്ടാവും. സോ അത് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻകം ഫ്രം ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഓയിൽ. ഓയിലിനെയും ഹൈഡ്രോ കാർബൺസിനെയും ഒന്നും മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ ഒരു ഇൻകം ഫൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ
മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് വാറ്റ് യു എയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്നുള്ളതുകൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ യു എ വാറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മനസ്സിലായി എന്ന് കേൾക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഒരൊറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല. ഏകദേശം ഒരു 15 മണിക്കൂറോളം യു എ വാറ്റിൻ്റെ സെഷൻസ് പൊതുവേ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ ഇല്ലാത്ത ആളുകൾക്കൊരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഷന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ യു എ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ജോബ് നോക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു. ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു ഇഷ്യൂ ആണ്. സോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണോ സ്കില്ലുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റണം. ഞാൻ ഈ പറഞ്ഞ പോലെ യു എ വാറ്റിനെ കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് അറിയാമോ? പഠിച്ചിട്ടുണ്ടോ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് അറിയാമോ? എന്താ കോർപ്പറേറ്റ് ടാക്സ്? അറിയില്ല. ഓക്കെ, അറിയില്ല. ഡയറക്റ്റ് ടാക്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഡയറക്റ്റ് ടാക്സ് ആണോ കോർപ്പറേറ്റ് ടാക്സ്? അല്ല, ബിസിനസ് നടത്തുന്ന ആൾക്കാര് അവരെ പ്രോഫിറ്റ് ഇത്ര ശതമാനത്തിന് മുകളിലാണെങ്കിൽ അവർ അടക്കേണ്ട ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. കറക്റ്റ് ആണ്. ഇത്ര ശതമാനമല്ല, നമുക്കൊരു 1 മില്യൺ എന്ന് പറയും. അതായത് 10 ലക്ഷം. 3,75,000 അല്ല, അത് വാറ്റിന്റെ റൂളാണ്. ഓക്കെ, വാറ്റിന്റെ റൂളാണ്. ഞാനത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള മിസ്റ്റേക്ക് ആവും. അതായത് 3,75,000 എന്ന് പറയുന്നത് വാറ്റിന്റെ രജിസ്ട്രേഷന്റെ ലിമിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അതായത് കോർപ്പറേറ്റ് ടാക്സിലോട്ട് വരുമ്പോൾ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്താണ് യു എയിൽ. ബിസിനസ് നടത്താന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസിന്റെ കഴിഞ്ഞ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ അതിന് കുറേ റൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിലും. ഏകദേശം നമ്മൾ യു എ വാറ്റ് 15 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഒരു 10 മണിക്കൂറോളം, 8 to 10 മണിക്കൂറോളം അതും പഠിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ 2024 കഴിഞ്ഞ വർഷമാണ് എന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ടാക്സ് യു എയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വാല്യൂവിന്റെ മുകളിലാണ് കോർപ്പറേറ്റ് ടാക്സ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ട്. പല ആളുകളും പറയുന്നത് നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത്. തെറ്റാണത്. കാരണം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കുറയ്ക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യുള്ളൂ. എന്ന് പറയുമ്പോൾ 10 ലക്ഷം ദിറംസിന് മുകളിൽ. ഓക്കെ, ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യമാണ്. ഗ്രിഗോറിയൻ കലണ്ടർ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ലിമിറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതുകൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം ഏകദേശം 2024 അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളം ആയില്ലേ. ഇപ്പോൾ ബിസിനസ്സുകളൊക്കെ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, രജിസ്ട്രേഷനും ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അക്കൗണ്ടൻസിന്റെ സാധ്യത കൂടുക കേട്ടോ. അത് മനസ്സിലാക്കണം. 2024 കോർപ്പറേറ്റ് ടാക്സ് വന്നതോട് കൂടിയിട്ട് ആസ് എൻ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫൈനാൻസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ സാധ്യത കൂടുക. അതെങ്ങനെ കൂടുക, എങ്ങനെ കൂടാ പറയാൻ പറ്റുമോ? 2018 വാറ്റ് വന്നതോട് കൂടിയിട്ട് നമ്മളെ സാധ്യത കൂടി. അതെങ്ങനെയാണ് പറയാൻ പറ്റുമോ? എങ്ങനെയായിരിക്കും? വാറ്റ് വന്നപ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ്? നമ്മൾ ജോബ് നോക്കി പോകുന്ന ആളുകളല്ലേ, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എന്താണ്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. അക്കൗണ്ടന്റിന്റെ ആവശ്യം വരും. എങ്ങനെ ആവശ്യം വരും? ആ വാറ്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ആവശ്യം വരുമോ? വാറ്റ് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആവശ്യമുണ്ട്. നമ്മളെ തന്നെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോ ഒരു ടാക്സ് ഫേമിനെ ഏൽപ്പിച്ചാൽ പോരെ? നമ്മൾ എന്തിനാ ആവശ്യം? നമുക്ക് തരുന്നേക്കാളും നമുക്ക് കുറച്ച് തന്നാൽ മതി. ടാക്സ് കൺസൾട്ടൻസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുക്കണം. കറക്റ്റ് ആണ്. പക്ഷേ അത് നമുക്ക് പക്കാ ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. അതും ഒരു റീസൺ ആണ്. പക്ഷേ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് 2018 വരെ യു എയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യണ്ട, ഈ പറയുന്ന പോലെ അവര് വാറ്റിൽ രജിസ്ട്രേഷന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പൊ ഇത്ര 1,87,500 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കണം. 3,75,000 ദിറംസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ
വാറ്റിൽ മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുക്കണം. അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഒരു റൂളാണ്. പക്ഷെ എല്ലാ കമ്പനീസിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 2018 വരെ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 2018 കൂടിയിട്ട് എന്ത് ചെയ്യാണ്, എല്ലാ ബിസിനസ്സുകളും ഈ പറയുന്ന വാറ്റ് ഇംപ്ലിമെന്റ് ചെയ്തോട് കൂടിയിട്ട് തന്നെ അവരുടെ സെയിൽസ് അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ എത്രയാണോ ഗുഡ്സ് സർവീസ് പർച്ചേസ് ചെയ്യുന്നത് അതിന് വാറ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ, ഗവൺമെന്റിനെ അത് അറിയിക്കണോ എന്നുള്ളത് അവിടെ ചോദ്യം വരികയാണ്. മനസ്സിലായോ? അതായത് 2018 വരെ എന്ത് ചെയ്യണ്ട, നമ്മളെ അക്കൗണ്ട്സ്, ഇപ്പൊ ഞാനൊരു കമ്പനി 2018 മുമ്പ് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ എനിക്ക് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എത്ര സെയിൽ ഉണ്ട്, എത്ര പർച്ചേസ് ഉണ്ടെന്ന് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2018 ശേഷം എന്ത് ചെയ്യണം, നമുക്ക് എത്ര സെയിൽസ് ഉണ്ട്, നമുക്ക് എത്ര പർച്ചേസ് ഉണ്ട്, നമ്മൾ വാറ്റിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുണ്ടോ, ഫയലിംഗ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റിനെ അറിയിക്കണം. മനസ്സിലായോ? അപ്പൊ അത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഡർ അക്കൗണ്ട് മാത്രം പറ്റുമോ? ഇല്ല, അത് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലേ പറ്റുള്ളൂ. സോ അവിടെ അക്കൗണ്ടൻസിന്റെ സാധ്യത കൂടിയില്ലേ? ക്ലിയർ? അക്കൗണ്ടൻസിന്റെ സാധ്യത അവിടെ കൂടുകയാണ്. അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ 2024 ശേഷം വരികയാണ്. കാരണം എന്താ, കോർപ്പറേറ്റ് ടാക്സ് UAE വന്നതോട് കൂടിയിട്ട് UAE വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന ഇപ്പോൾ ഒരു കമ്പനി UAE വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നാൽ പോലും ആ കമ്പനിക്ക് എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കണം. മനസ്സിലായോ? അതായത് UAEയിലുള്ള ഒരു കമ്പനിക്ക്, ഏതൊരു കമ്പനിക്കും കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്, നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് കുറെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് കാണാം. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കാണണ്ടേ, ഇതിന് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണ്ടേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണ്ടേ. സോ അവിടെ എന്ത് ചെയ്യാണ്, അക്കൗണ്ടൻസിന്റെ ഇമ്പോർട്ടൻസ് കൂടാണ്. മനസ്സിലായോ? അത് മാത്രമല്ല, കോർപ്പറേറ്റ് ടാക്സ് എല്ലാ കമ്പനികളും രജിസ്ട്രേഷൻ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണ്. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ അറിയാം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധ്യത അവിടെ കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ചെയ്ത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പായിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളവിടെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക. 2024 ശേഷം അത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിന്റെ സാധ്യത അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ UAEയിൽ ജോബ് നോക്കാൻ പോകുന്ന ഒരാൾ, UAEയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യമാണ് UAE വാറ്റിനെ കുറിച്ച്, ദെൻ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച്. അതിന്റെ തിയറി മാത്രമല്ല, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസും അറിയണം. ഓക്കെ, സോ UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സും മാത്രം അറിഞ്ഞുകൊണ്ടും കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള നോളജുകൾ വേണം. ഇപ്പോൾ ടാലി ആണെങ്കിൽ ടാലിനെ കുറിച്ച്, അല്ലെങ്കിൽ സോഹോ ആണെങ്കിൽ സോഹോനെ കുറിച്ച്, ഇനി അതുപോലെ എക്സൽ ആണെന്നുണ്ടെങ്കിൽ എക്സലിനെ കുറിച്ചൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് വേണം. എന്നാലാണ് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ സ്കില്ലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ UAEയിൽ ഇപ്പോൾ ജോബ് നോക്കുന്ന ആളുകൾ അവർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്നുള്ളത്. ഇനി അതല്ല, UAEക്ക് പോകാൻ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജോബ് നോക്കാൻ നിൽക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ സ്കില്ലുകൾ വേണം. അതുപോലെ തന്നെ അവിടെയുള്ള UAE വാറ്റ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും അതിനെക്കുറിച്ച് നല്ല നോളജ് വേണം. മനസ്സിലായോ? ഈ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് നാട്ടിലും ചിന്തിക്കാട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, UAEയിൽ പോകണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ GSTനെ കുറിച്ച്, GST ആണല്ലോ സോ GSTനെ കുറിച്ച് നോളജ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടാലി അല്ലെങ്കിൽ സോഹോ ഇതുപോലെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, സോ അപ്പോൾ നമ്മൾ സെഷന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇത്രയാണ് ഈ ഒരു ഏകദേശം ഒരു 1.5 അവറിന് മുകളിലായിട്ടുണ്ട്. സോ നമ്മൾ ഏകദേശം കുറേ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബേസിക് ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്ന് കരുതാണ്. സോ ഇന്നെടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ നമ്മൾ തരാം. ഓക്കെ, നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 15 മണിക്കൂർ UAE വാറ്റിന് വേണം. പിന്നെ പ്രാക്ടിക്കൽ വാറ്റിൻ്റെ രജിസ്ട്രേഷനും ഫയലിംഗും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 2 മണിക്കൂർ വേണം. പിന്നെ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എത്ര ടൈം വേണം അതിനനുസരിച്ച് അതും റിക്വയർഡ് ആണ്. ദെൻ കോർപ്പറേറ്റ് ടാക്സിൻ്റെതാണെങ്കിലും 10 മണിക്കൂറോളം തിയറി സെഷൻ നമുക്കുണ്ട്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ 1 മണിക്കൂർ, ഫയലിങ്ങിന് 1 മണിക്കൂർ വേണം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ നമ്മുടെ കോഴ്സിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് കോർപ്പറേറ്റ് ടാക്സ്? ജസ്റ്റ് ഒരു കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. നമ്മുടെ ടോപ്പിക് VAT ആണ്. അപ്പോൾ വാറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you so much. Good night, sir.